ആപ്പിൾബേ അക്കാഡമിയുടെ NTA-UGC നെറ്റ് പേപ്പർ 1ന്റെ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ സീരീസിൽ പ്രൈമറിലി വളരെ അപ്ഡേറ്റഡ് ആയ ഓരോ മൊഡ്യൂൾസിൻ്റെയും ഒരു അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ എസ്പെഷ്യലി ഓൺലൈനായി ഫ്രീ റിസോഴ്സ് ആക്സസ് ചെയ്ത് സെൽഫായി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിലി നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു റിസോഴ്സ് അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ തരുന്നത് ഓഫ് കോഴ്സ് സിലബസ് തന്നെയാണ്. പക്ഷേ സിലബസ് മാത്രം കൊണ്ട് കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് പേപ്പർ 1നെ കുറിച്ച് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. സോ നിങ്ങളിപ്പോൾ ഈ വളരെ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്താൽ അല്ലെങ്കിൽ എൻ്റെ UGC നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുഴുവനായിട്ട് നിങ്ങൾ എടുത്തിട്ട് അത് കൃത്യമായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം ഓരോ എക്സാമിലും ദർ ആർ സംതിങ് ന്യൂ ടു ലേൺ. എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പേപ്പർ 1 റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? സിലബസ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്കെൽറ്റനാണ്, ഒരു സ്ട്രക്ചറാണ്, വേറെ നമുക്കൊരു ഐഡിയ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മൾ കൃത്യമായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ടോപ്പിക്സ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് സിലബസ് പലപ്പോഴും നമുക്ക് നൽകുക. സോ ആ സ്ട്രക്ചറിൽ സ്പെസിഫിക്കലി അതിൽ നിന്ന് എന്ത് ചോദിക്കാം? ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ലേണറുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ടീച്ചറിനെ ഇഫക്റ്റീവ് ആക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യണം. സോ ഇതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് ബ്രീഫായി വളരെ പ്രിസൈസ് ആയിട്ടാണ് നിങ്ങളുടെ സിലബസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ ചോദിക്കാൻ സാധ്യതയുള്ളത്? ഇപ്പോൾ ടീച്ചിങ് എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ വെരി വാസ്റ്റ് ഏരിയ, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സ്പെസിഫിക്കലി നെറ്റിന് നമ്മൾ എന്ത് പഠിക്കണം, ഇത് പലപ്പോഴും നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം നമുക്ക് പലപ്പോഴും കിട്ടുന്ന എവിടുന്ന ഈ സിലബസിനോടനുബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ സിലബസിനോട് കൂട്ടിച്ചേർത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി അനലൈസ് ചെയ്യുന്നിടത്താണ് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ നമുക്ക് പലപ്പോഴും ഉണ്ടാവുക. സോ അതിനകത്ത് തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യം, വളരെ കോറായി ഫ്രീക്വൻ്റ്ലി നമ്മളോട് ചോദിക്കുന്ന ചില ഏരിയാസ് ഉണ്ടാവും ഓരോ മൊഡ്യൂളും. ലെറ്റ്സ് സേ ഇന്നിപ്പോൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രീക്വൻ്റ്ലി, അല്ലെങ്കിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ സിഗ്നിഫിക്കൻ്റ്ലി എപ്പോഴും നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ടാവും. ലെറ്റ്സ് സേ ലെവൽസ് ഓഫ് ടീച്ചിങ്, അല്ലെങ്കിൽ എന്താണ് ഈ ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. അതുപോലെ തന്നെ നമുക്ക് ഈ ടീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ യൂഷ്വലി നമ്മളോട് പലപ്പോഴായിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി നമ്മളോട് ചോദിക്കുന്ന ഏരിയാസാണ്. സോ അങ്ങനെ ഓരോ മൊഡ്യൂൾസിനെ കുറിച്ച് കൃത്യമായി എന്ത് പഠിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കോറായിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ, ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് വളരെ സ്പെസിഫിക്കലി ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു മാരത്തൺ വീഡിയോ സീരീസ് നമ്മൾ ഓൾറെഡി ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പലരും ചിലപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് എക്സാംസിലൊക്കെ ആ മാരത്തൺ വീഡിയോസ് ആക്സസ് ചെയ്യും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളവരായിരിക്കും. സോ ആ മാരത്തൺ സീരീസിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് എന്താണ് പുതുതായി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്? സോ ഒരു മൊഡ്യൂളിൻ്റെ കോറായിട്ടുള്ള ഏരിയാസ് എന്തൊക്കെയാണെന്നുള്ളത് മേ ബി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആ മാരത്തൺ വീഡിയോ സീരീസ് കണ്ടിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടാവും എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രൈമറിലി എക്സ്പ്ലോർ ചെയ്യണം. പക്ഷെ അത് മാത്രം പോരാ, ഒരു എക്സാമിന് വേണ്ടി ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമ്മൾ അപ്പിയർ ചെയ്യാനായിട്ട് പോകുന്ന ഒരു എക്സാമിൽ ആ കോർ ഏരിയാസിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് പോകുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അതായിരിക്കും നമ്മൾ ഈ വീഡിയോ സീരീസിലൂടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്പെസിഫിക്കലി ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് 2023 നടന്നിട്ടുള്ള 2 സെഷൻസ് ഓഫ് നെറ്റ് എക്സാംസ് ആണ്, ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023. എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിലെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിരുന്ന ഒരു അനാലിസിസ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും പലപ്പോഴും നമ്മൾ എക്സ്പ്ലോർഡ് ആവുന്നത്. പക്ഷേ കൃത്യമായി ഈ പറഞ്ഞ വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ എന്താണ് ട്രെൻഡ്, അല്ലെങ്കിൽ വളരെ റീസെൻ്റ് എക്സാംസിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ എന്താണ് പഠിക്കേണ്ടത്, ഈ ഒരു അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതും വളരെ സ്പെസിഫിക്കലി ഈ സീരീസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുക. ഒന്ന്, ഈ എക്സാമിൽ, അതായത് വരുന്ന എക്സാമിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു മൊഡ്യൂളിനെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്. കോർ ഏരിയാസ് ഓൾറെഡി നമ്മുടെ മാരത്തൺ സീരീസിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് കൂട്ടിച്ചേർത്ത് എന്താണ് പുതുതായിട്ട് ഈ എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്, ദാറ്റ് ഈസ് പോയിന്റ് നമ്പർ 1. ആൻഡ് ദ സെക്കൻഡ് തിങ് ഈസ് വളരെ സ്പെസിഫിക്കലി ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. നമ്മൾ സ്പെസിഫിക്കായി ജൂൺ ആൻഡ് ഡിസംബർ 2023 സെഷൻസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സീരീസിൻ്റെ ബേസ് ആയിട്ട്, ഫൗണ്ടേഷൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം. സോ ഐ ഹോപ്പ് എന്താണ് ഈ സീരീസിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഇന്നത്തെ സെഷനിൽ, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുക. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞ മാരത്തൺ വീഡിയോ നിങ്ങൾക്ക്
ഈ ചാനൽ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കോർ ഏരിയാസ് അല്ലെങ്കിൽ ഫ്രീക്വൻലി ആസ്ക്ഡ് ഏരിയാസ് ഒക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സോ മാരത്തൺ വീഡിയോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിനെ കുറിച്ച് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ ലഭിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇതിൽ നമ്മൾ സ്പെസിഫിക്കലി ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ മൊഡ്യൂളിനും നമ്മുടെ അപ്രോച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഓരോ മൊഡ്യൂളും ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ സീരീസിൽ നമ്മൾ ഡിഫറെൻറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൊഡ്യൂൾസിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്ത് പുതുതായി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചില ടോപ്പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ സീരീസിലൊരു 3-4 ടോപ്പിക്സ് അതുപോലെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അതിനോടനുബന്ധിച്ച് ഓരോ ടോപ്പിക്സിൽ നിന്നും വന്നിട്ടുള്ള 2023 ജൂൺ ആൻഡ് ഡിസംബർ സെഷൻസിൽ ചില സാമ്പിൾ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സെഷൻ ആയിരിക്കും ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുക. സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ ആദ്യത്തെ ഏരിയയിലേക്ക് പോവാം. സോ ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023 നെറ്റ് എക്സാംസിനെ ബേസ് ചെയ്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വളരെ അപ്ഡേറ്റഡ് ആയി നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ പ്രൈമറിലി അറിയണം. ആൻഡ് ഓൾസോ അതിനോടനുബന്ധിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെ തന്നെ നമുക്ക് പല രീതികൾ അല്ലെങ്കിൽ പല ടൈപ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ എന്താണ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ്? ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ they'll just give you some examples. ആ എക്സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ട് ഇത് എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് യൂഷ്വലി നമ്മളോട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടോപ്പിക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, എന്താണ് ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ഇതിന് ശേഷം നമ്മൾ ഇതിനകത്തുനിന്ന് ചോദിച്ചിരിക്കുന്ന 2023 2 സെഷൻസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്? നമ്മളൊരു കാര്യം പഠിച്ചു അല്ലെങ്കിൽ നമുക്കൊരു നോളജ് നമ്മൾ അക്വയർ ചെയ്തു അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ ലേൺ ചെയ്തു. ആ ലേൺ ചെയ്ത സ്കില്ലിനെ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് മീൻസ് ദ യൂസ് ഓഫ് പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ ന്യൂ ലേണിംഗ് ഓർ പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷൻസ്. വി ആർ ട്രാൻസ്ഫറിംഗ് ദ നോളജ് ടു എ ന്യൂ സിറ്റുവേഷൻ. നമുക്ക് ഓൾറെഡി അറിയുന്നൊരു അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കാര്യത്തെ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യാണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താണ്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്തെ തന്നെ പല ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്, നെഗറ്റീവ് ട്രാൻസ്ഫർ ഉണ്ട്, അതുപോലെ തന്നെ ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഉണ്ട്, ലോ റോഡ് ട്രാൻസ്ഫർ, ഹൈ റോഡ് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല തരത്തിലുള്ള ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഓരോ ടൈപ്പും എന്താണെന്നുള്ള കൃത്യമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക. സോ നമുക്ക് അങ്ങനെ ഓരോ ടൈപ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പോസിറ്റീവ് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മൾ പറയുന്നത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്സും ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്താണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് അക്കേഴ്സ് വെൻ പ്രീവിയസ്ലി അക്വയർഡ് നോളജ് ഓർ സ്കിൽസ് എൻഹാൻസ് എ പേഴ്സൺസ് എബിലിറ്റി ടു ലേൺ ഓർ പെർഫോം ഇൻ എ ന്യൂ കോണ്ടെക്സ്റ്റ്. It is often seen as a desirable outcome as it promotes efficiency and effectiveness in learning. So ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ പ്രീവിയസ്ലി നമ്മൾ അക്വയർ ചെയ്തിരിക്കുന്ന ഒരു നോളജ് അല്ലെങ്കിൽ ഒരു സ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം പെർഫോം ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്, പോസിറ്റീവ്ലി നമ്മളെ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ വേറൊരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്കൊരു ആ ഒരു സെൻസ് ഉണ്ടാവും. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കോഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ നൊട്ടേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ്ലി അക്വയർഡ് നോളജ് തീർച്ചയായിട്ടും ഈ പുതിയ ഇൻസ്ട്രുമെൻറ്റ് പഠിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ ഉണ്ടല്ലോ, അതായത് പ്രീവിയസ്ലി അക്വയർഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ സ്കിൽ നമ്മളുടെ ഒരു പുതിയ കാര്യം പഠിക്കാനായിട്ട് ഒരു പുതിയ കോണ്ടെക്സ്റ്റിൽ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റീനെ എൻഹാൻസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലേണിങ്ങിൻ്റെ എൻവയൺമെൻറ്റിൽ
ഇതിനെ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ബിക്കോസ് ഇറ്റ് പ്രൊമോട്ട്സ് ദി എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവ് ട്രാൻസ്ഫറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇനി രണ്ടാമത്തെ എന്താ, നെഗറ്റീവ് ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പലതിനെ നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ പോസിറ്റീവ് ട്രാൻസ്ഫറിൻ്റെ കൂടെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന വേറൊരു ടൈപ്പാണ് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. എന്താ ഈ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ട്രാൻസ്ഫർ ഓൺ ദി അതർ ഹാൻഡ് occurs when prior knowledge or skills hinder a person's ability to learn or perform in a ന്യൂ കോണ്ടെക്സ്റ്റ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പോസിറ്റീവ് ട്രാൻസ്ഫറിൽ നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യം പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് നമ്മൾ എന്താണ് ഹെൽപ്പ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ ലേണിംഗ് എബിലിറ്റീനെ എൻഹാൻസ് ചെയ്യാണ്. വേറെ നെഗറ്റീവ് ട്രാൻസ്ഫറിൽ എന്താ സംഭവിക്കുക? നമ്മുടെ പ്രയർ നോളജ് ഒരു പുതിയ കാര്യം പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ ഹിൻഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആ ഫ്രണ്ടിന് ഒരു ഫോൺ നമ്പർ, അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിൻ്റെ ഓൾറെഡി ഉള്ള നമ്പർ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അപ്പോൾ യു നോ ഹിസ് ഓർ ഹെർ നമ്പർ. ആൾ എന്നിട്ട് ഒരു സമയത്ത് ആ ഒരു സിം അങ്ങ് മാറി വേറൊരു നമ്പർ എടുത്തെന്ന് വിചാരിക്കാം. പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പഴയ നമ്പർ ഫീഡഡ് ആയതുകൊണ്ട് തന്നെ പുതിയ നമ്പർ ചിലപ്പോൾ നമുക്ക് ഓർത്തെടുക്കാനായിട്ട് പറ്റാതെ വരാം, അല്ലെങ്കിൽ അത് പഠിച്ചാലും നമ്മൾ ചിലപ്പോൾ പഴയത് തന്നെയായിരിക്കും ഓർക്കാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പ്രീവിയസ്ലി അറിയുന്ന ഒരു കാര്യം പുതിയൊരു കാര്യം പഠിക്കുന്നതിൽ നിന്ന് നമ്മളെ ഹിൻഡർ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്ര ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ആയിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. പോസിറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ്സ് എ ഡിസൈറബിൾ ഔട്ട്കം, അതൊരു നല്ല ഔട്ട്കം ആയിരുന്നുവെങ്കിൽ നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത്ര നല്ലൊരു ആസ്പെക്റ്റ് അല്ല വെൻ ഇറ്റ് കംസ് ടു ലേണിംഗ്. പക്ഷേ കൃത്യമായി നെഗറ്റീവ് ട്രാൻസ്ഫർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്നത്, തീർച്ചയായിട്ടും ഒരു എഡ്യൂക്കേറ്ററിനും ഒരു ലേണറിനും ഒരു ലേണിംഗ് എൻവയൺമെൻറ്റിൽ അല്ലെങ്കിൽ ലേണിംഗ് കോണ്ടെക്സ്റ്റിൽ എപ്പോഴും എന്തായിരിക്കും ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കും. അതായത് നെഗറ്റീവ് ട്രാൻസ്ഫർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം, അതുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ കൊണ്ടുവരാൻ മോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻ ദാറ്റ് സെൻസ് ഇത് അറിയുന്നത് എന്താണ് ഹെൽപ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിനോട് തന്നെ റിലേറ്റ് ചെയ്ത്, അപ്പോൾ നമ്മൾ പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, അതിനോട് തന്നെ അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഓർക്കാവുന്ന വേറൊരു ടൈപ്പാണ് സീറോ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി അക്വയർഡ് നോളജ് നിങ്ങളുടെ പുതിയ ലേണിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നു. നെഗറ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു പുതിയ കാര്യം പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഹിൻഡർ ചെയ്യുന്നു. സീറോ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഓൾറെഡി അക്വയർഡ് ആയിട്ടുള്ള നോളജോ സ്കില്ലോ ഒരു പുതിയ കാര്യം പഠിക്കുന്നതിൽ നിങ്ങളെ ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സീറോ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. സോ ഇറ്റ് അക്കേഴ്സ് വെൻ പ്രയർ ലേണിംഗ് ഹാസ് നോ ഇൻഫ്ലുവൻസ് ഓൺ ന്യൂ ലേണിംഗ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം പോസിറ്റീവ്ലിയോ നെഗറ്റീവ്ലിയോ നമ്മുടെ പുതിയ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? സീറോ ലേണിംഗ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് പഠിച്ചു, നെഗറ്റീവ് പഠിച്ചു, സീറോ പഠിച്ചു. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ രണ്ട് ടൈപ്സ് ആണ് പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫറും റിട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനകത്ത് പല ടൈപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ചുകൂടി അത് സഹായിക്കും. അപ്പോൾ പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ refers to the influence of previously acquired knowledge or skills or learning new information or skills in the future. It occurs when earlier learning facilitates the acquisition of related knowledge or skills. So, ഇത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പോസിറ്റീവ് ട്രാൻസ്ഫറുമായിട്ട് സംവാട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിച്ചേക്കാം. പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫറിൽ ശരിക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രോ ആക്റ്റീവും റിട്രോ ആക്റ്റീവും ഒരു കോമ്പിനേഷൻ പോലെ കമ്പൈൻഡ് ആയിട്ടാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ചില ഐഡിയാസ് ഓവർലാപ്പിംഗ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രീവിയസ്ലി അറിയുന്ന നോളജ് എന്ത് ചെയ്യാണ്, ഒരു പുതിയ ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് ഫ്യൂച്ചറിൽ, അപ്പം ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിമാണ് പ്രോ ആക്റ്റീവ് റിട്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ. ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ പഠിച്ചൊരു കാര്യം നമ്മളെ എന്ത് ചെയ്യാണ്, പുതിയ കാര്യം പഠിക്കാനായിട്ട് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്താൽ ദാറ്റ് ഇസ് പ്രോ ആക്റ്റീവ്. അങ്ങനെയാണെങ്കിൽ റിട്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് പ്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ. ഇറ്റ് occurs when newly acquired knowledge or skills influence or hinder the recall or application of previously learned information or skills. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നിടത്താണ് ഇത് തമ്മിൽ നിങ്ങൾക്ക് എന്താ കൃത്യമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി നിങ്ങൾ പഠിച്ചൊരു കാര്യം അല്ലെങ്കിൽ പ്രീവിയസ്ലി നിങ്ങൾ അക്വയർ ചെയ്തിരിക്കുന്ന ഒരു നോളജ് ഫ്യൂച്ചറിൽ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഇൻഫ്ലുവൻസ് ആയി മാറുന്നു. റെട്രോ ആക്റ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് നിങ്ങൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നേരത്തെ പഠിച്ച കാര്യം ഓർക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്?
റിട്രോആക്റ്റീവ് ട്രാൻസ്ഫർ ആണ്. ഡിഫറൻസ് മനസ്സിലായോ? പ്രോ ആക്റ്റീവിൽ നമ്മൾ പറഞ്ഞ എന്താ, പ്രീവിയസ്ലി അക്വയർഡ് നോളജ് അല്ലെങ്കിൽ സ്കിൽ നിങ്ങളുടെ പുതുതായി പഠിക്കുന്ന കാര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് അല്ലെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യം പുതുതായ ഒരു കാര്യം പഠിക്കുന്നതിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് റിട്രോആക്റ്റീവ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. അവിടെ എന്താ സംഭവിക്കുന്നത്, നിങ്ങളൊരു പുതിയ കാര്യം പഠിച്ചു, ലെറ്റ്സ് നിങ്ങളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ഇക്വേഷൻ പഠിച്ചു, അത് പഠിച്ചത് പിന്നെ നിങ്ങൾ പണ്ട് പഠിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം ഈ പുതിയ കാര്യം തലയിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ മൈൻഡിൽ ഇരിക്കുകയാണ്, അത് തന്നെയാണ് എപ്പോഴും ഓർക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു കാര്യം റീകോൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു ഹിൻഡ്രൻസ് ഉണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിട്രോആക്റ്റീവ് transfer. While it might seem counterintuitive, retroactive transfer can have a significant impact on the way we learn and remember things. Of course, നമ്മൾ എങ്ങനെ കാര്യങ്ങൾ ഓർക്കുന്നു എന്നുള്ളതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് തന്നെ റിട്രോആക്റ്റീവ് ട്രാൻസ്ഫറും പ്ലേ ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ സെറ്റും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ പറഞ്ഞു, പ്രോ ആക്റ്റീവ്, റിട്രോആക്റ്റീവ് ട്രാൻസ്ഫർ പറഞ്ഞു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്സ് ആണ് ഹൈ റോഡ് ട്രാൻസ്ഫറും ലോ റോഡ് ട്രാൻസ്ഫറും. ഹൈ റോഡ് ട്രാൻസ്ഫർ ആൻഡ് ലോ റോഡ് ട്രാൻസ്ഫർ, ഇത് തമ്മിലുള്ള സിമിലാരിറ്റി അല്ലെങ്കിൽ ഇത് തമ്മിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹൈ റോഡ് ട്രാൻസ്ഫറിൽ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കോൺഷ്യസ്ലി ചില കാര്യങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് വിചാരിക്കുക, അതിനാണ് ഈ ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ഡെലിബറേറ്റ് ആയി കോൺഷ്യസ്ലി നമുക്ക് ഒരു പുതിയ കാര്യം പഠിക്കുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ലേണിംഗ് അതിനകത്തേക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ ദാറ്റ് ഈസ് ഹൈ റോഡ് ട്രാൻസ്ഫർ. ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് അക്കേഴ്സ് വെൻ വെൽ എസ്റ്റാബ്ലിഷ് സ്കിൽസ് ട്രാൻസ്ഫർ സ്പോണ്ടേനിയസ്ലി ഈവൻ ഓട്ടോമാറ്റിക്കലി. ഈ ഓട്ടോമാറ്റിക്കലി സ്പോണ്ടേനിയസ്ലിയൊക്കെയാണ് ലോ റോഡ് ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകതകൾ. ഹൈ റോഡ് എന്ന് പറഞ്ഞാൽ മൈൻഡ്ഫുൾ അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാവാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ നല്ല വെൽ വേഴ്സ്ഡ് ആണ്, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന് വിചാരിക്കാം, ബീറ്റ് എ സ്കിൽ അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാവാം. അപ്പോൾ അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളോട് ഒരാൾ വന്ന് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സ്പോണ്ടേനിയസ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വളരെ ഈസിലി നിങ്ങൾക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, റൈറ്റ്? പക്ഷെ ചില കാര്യങ്ങൾ എന്താ, നമ്മൾ അത്ര അങ്ങോട്ട് ആ ഫീൽഡിൽ അത്ര ഒരു പ്രോ അല്ല, അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് അത്ര ഒരു നമ്മളത്ര അതിനകത്തൊരു ഇൻഡെപ്ത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളോട് ഇപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് അതിനകത്ത് ആലോചിച്ച കാര്യങ്ങൾ, പ്രീവിയസ്ലി പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ സ്വന്തം മദർ ടങ്, ഇപ്പം നമ്മുടെ മദർ ടങ്ങിൽ സംസാരിക്കുമ്പോൾ വളരെ ഫ്ലുവൻ്റ്ലി നമുക്ക് സംസാരിക്കാൻ പറ്റും. നമ്മളിങ്ങനെ ഒത്തിരി ആലോചിച്ച് ഓരോ വാക്ക് ഇങ്ങനെ പെറുക്കി അങ്ങനെയൊന്നുമല്ല നമ്മൾ സംസാരിക്കുക. വളരെ സ്പോണ്ടേനിയസ് ആയി ഓട്ടോമാറ്റിക്കായി എന്താണോ നമുക്ക് സംസാരിക്കേണ്ടത് അത് വളരെ ഈസിലി ഒരു ഫ്ലോയിൽ ഇങ്ങ് വരും, അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ ലോ റോഡ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അവിടെ ഓട്ടോമാറ്റിക്കായി സ്പോണ്ടേനിയസ്ലി ആണ് ആ ഒരു ആക്ഷൻ സംഭവിക്കുക. പക്ഷേ ഇപ്പം നിങ്ങൾ അത്ര വെൽ വേഴ്സ്ഡ് അല്ലാത്ത വേറൊരു ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് സംസാരിക്കേണ്ടതായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അത്ര ഫ്ലുവൻ്റ് ആയിട്ട് അത് വരില്ല. അപ്പം നമ്മളെന്താ മൈൻഡ്ഫുള്ളി ആലോചിച്ച് ചിലപ്പോൾ ഡെലിബറേറ്റ് ആയിട്ട് കോൺഷ്യസ് ആയ ചില വാക്കുകളൊക്കെ നമ്മുടെ ബ്രെയിനിലുണ്ടാവും, അത് ചൂസ് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്ത് അത് വേറൊരു പ്രോസസ്സ്. അപ്പോൾ ഒരു മൈൻഡ്ഫുൾ നിങ്ങളുടെ ഒരു കോൺഷ്യസ് എഫേർട്ട് അതിനകത്ത് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഹൈ റോഡ് ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. അപ്പോൾ അവിടെ ഓർക്കേണ്ട വാക്കിന് മൈൻഡ്ഫുൾ എന്നുള്ള വാക്ക് സ്പെസിഫിക്കലി ഓർക്കുക. വേറെ ലോ റോഡ് ട്രാൻസ്ഫറിൽ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന വാക്ക് എന്താ, സ്പോണ്ടേനിയസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്. ഇതൊക്കെ നമുക്ക് ലോ റോഡ് ട്രാൻസ്ഫറിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി മറ്റൊരു ടൈപ്പാണ് നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും. ഇതും നമുക്ക് അസോസിയേറ്റ് ചെയ്ത് ഓർക്കാനായിട്ട് സാധിക്കുന്ന 2 ടൈപ്സ് ആണ്. ഇവിടെ ശരിക്കും ഈ 2 ടൈപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ 2 ടൈപ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എവിടെയാണോ ഒറിജിനലി ഒരു കാര്യം പഠിച്ചത് അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ 2 സിറ്റുവേഷൻസ് എടുക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള സിമിലാരിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നിയർ ആൻഡ് ഫാർ ട്രാൻസ്ഫർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതായത് നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യം പഠിച്ചൊരു കോണ്ടെക്സ്റ്റും അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കോണ്ടെക്സ്റ്റും, ഈ 2 കോണ്ടെക്സ്റ്റുകൾ തമ്മിലുള്ള സിമിലാരിറ്റി അത് എത്രമാത്രമുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിയർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് അക്കേഴ്സ് വെൻ മെനി എലമെന്റ്സ് ഓവർലാപ്പ് ബിറ്റ്വീൻ ദ കണ്ടീഷൻസ് ഇൻ വിച്ച് ദ ലേണർ ഒബ്റ്റെയിൻ ദ നോളജ് ഓഫ് സ്കിൽ ആൻഡ് ദി ന്യൂ സിറ്റുവേഷൻ. അതായത് നിങ്ങൾ പഠിച്ചൊരു കോണ്ടെക്സ്റ്റ്, നിങ്ങളിപ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിച്ചു, ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു, അപ്പോൾ നിങ്ങൾ ആ പഠിച്ചതിനോട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്കാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം സിമിലർ അല്ലേ, നിങ്ങൾ പഠിച്ച ആ ഒരു സെയിം
സിറ്റുവേഷൻ തന്നെ. ഇപ്പോൾ നിങ്ങളോട് ഒരു കാര്യം, ഒരു കോൺസെപ്റ്റ് പഠിച്ചു, ഡയറക്റ്റ് ആയിട്ട് ആ കോൺസെപ്റ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ. കാരണം എന്താ, അവിടെ നിയർ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. നിങ്ങൾ പഠിച്ച കോണ്ടെക്സ്റ്റും ഈ പുതിയ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ പുതിയ സിറ്റുവേഷനും എന്താ സിമിലർ ആണ്. അപ്പോൾ വളരെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ച കാര്യത്തെ ഈ പുതിയ കോണ്ടെക്സ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഫാർ ട്രാൻസ്ഫറിൽ എന്താ സംഭവിക്കുന്നത്, ഫാർ ട്രാൻസ്ഫറിൽ ഈ സിമിലാരിറ്റി വളരെ കുറവായിരിക്കും. ഇറ്റ് അക്കേഴ്സ് വെൻ ദ ന്യൂ സിറ്റുവേഷൻ ഇസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഇൻ വിച്ച് ലേണിംഗ് അക്കേർഡ്. ഫാർ ട്രാൻസ്ഫറിൽ സംഭവിക്കുന്ന നമ്മൾ ആ പഠിച്ച സിറ്റുവേഷനും അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നാൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ഫാർ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടുത്തെ കോർ ഐഡിയ എന്താ, നമ്മൾ പഠിക്കുന്ന കോണ്ടെക്സ്റ്റും അതിൻ്റെ കൂടെ അത് അപ്ലൈ ചെയ്യുന്ന കോണ്ടെക്സ്റ്റും, ഈ രണ്ട് കോണ്ടെക്സ്റ്റുകൾ തമ്മിലുള്ള സിമിലാരിറ്റി, ദ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നിയർ ട്രാൻസ്ഫറും ഫാർ ട്രാൻസ്ഫറും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ സെഷനിലെ നമ്മുടെ അല്ലെങ്കിൽ ഈ ആദ്യത്തെ പാർട്ടിലെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പോർഷനിലെ നമ്മുടെ ഏറ്റവും ഫൈനൽ ടൈപ്പ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ ട്രാൻസ്ഫർ ആണ്. എന്താ ഈ ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, it is a type of transfer of learning in which the transference of physical performance learned by one side of the body to the opposite side of the body. അതായത് നമ്മളുടെ ബോഡിയുടെ ഒരു പാർട്ട് കൊണ്ട്, ഒരു സൈഡ് കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു സ്കില്ലിനെ അവിടെ നിന്ന് മറ്റേ വശത്തിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് ട്രൈ ചെയ്യാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. അതായത് ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ വലത് കൈ കൊണ്ടാണ് എഴുതാനായിട്ട് പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇടത് കൈ അതുപോലെ എഴുതാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇടത് കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഒരു ആക്ഷൻ ആയിക്കോട്ടെ, അത് നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ പെർഫോമൻസ് നമ്മളുടെ ബോഡിയുടെ ഒരു സൈഡ് കൊണ്ടായിരിക്കും നമ്മൾ അത് അക്വയർ ചെയ്തിട്ടുള്ള ലേൺ ചെയ്തിട്ടുള്ളത്. അതിനെ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബൈലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കിപ്പോൾ ഒരു ഓവറോൾ ഐഡിയ എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിക്കാണും. അത്യാവശ്യം റീസെൻ്റ് ആയിട്ടുള്ള ജൂൺ ഡിസംബർ 2023 സെഷൻസിൽ ചോദിച്ചിട്ടുള്ള മേജർ ട്രാൻസ്ഫേഴ്സ് എല്ലാം അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എല്ലാം തന്നെ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഘട്ടം എന്താ, ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. അതായത് വളരെ റീസെൻ്റ്ലി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഏരിയയിലുള്ള ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ജൂൺ 2023 ആൻഡ് ഡിസംബർ 2023 ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ്, സാമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ജസ്റ്റ് നോക്കിപ്പോവാം. സോ ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇതാണ്, വെൻ കോമ്പറ്റന്റ് റീഡേഴ്സ് എൻകൗണ്ടർ ന്യൂ സെൻറ്റൻസസ് ഇൻ ദെയർ നേറ്റീവ് ലാംഗ്വേജ് ദേ റീഡ് ദം ഓട്ടോമാറ്റിക്കലി ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ലേണിംഗ്. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഒരു കീ ടേം ഐഡൻറ്റിഫൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്താ, ഓട്ടോമാറ്റിക്കലി എന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നേറ്റീവ് റീഡർ അല്ലെങ്കിൽ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു റീഡർ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് ലാംഗ്വേജിൽ ഒരു സെൻറ്റൻസ് കണ്ടാൽ വളരെ സ്പോണ്ടേനിയസ് ആയി ഓട്ടോമാറ്റിക്കായിട്ട് അയാൾക്കത് വായിക്കാനായിട്ട് സാധിക്കും. ഇത് എന്ത് തരത്തിലുള്ള ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്? ദിസ് ഈസ് ബേസിക്കലി നമുക്ക് എന്തൊക്കെ ഓപ്ഷൻസ് നോക്കാം. ഹൈ റോഡ്, നിയർ ട്രാൻസ്ഫർ, ലോ റോഡ് ട്രാൻസ്ഫർ ആൻഡ് ഫാർ ട്രാൻസ്ഫർ. അപ്പോൾ ഇത് മൈൻഡ്ഫുൾ അല്ലെങ്കിൽ വളരെ ഡെലിബറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല, ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ റൈറ്റ് ആൻസർ എന്താ, ദാറ്റ് ഇസ് ലോ റോഡ് ട്രാൻസ്ഫർ. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ ഫ്രം ദ സെയിം എക്സാം, വെൻ സ്റ്റുഡൻസ് ഹു ഹാവ് ലേൺ ടു ടൈപ്പ് ഓൺ എ ടൈപ്പ് റൈറ്റർ ട്രാൻസ്ഫർ ദിസ് സ്കിൽ ടു ടൈപ്പിംഗ് ഓൺ എ കമ്പ്യൂട്ടർ is what kind of a learning? And we have the options far transfer, high road transfer, near transfer, low road transfer. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരാൾ ടൈപ്പ് റൈറ്ററിലാണ് ടൈപ്പ് ചെയ്യാൻ പഠിച്ചത്, അപ്പോൾ ആ സ്കില്ലിനെ അദ്ദേഹം എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറിലേക്ക് മാറ്റാണ്. അപ്പോൾ ടൈപ്പിംഗ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ഇതിനകത്തുനിന്ന് നടക്കാൻ സാധ്യതയുള്ള ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ഫാർ ആണോ, ഹൈ റോഡ് ആണോ, നിയർ ആണോ, ലോ റോഡ് ആണോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് നിയർ ട്രാൻസ്ഫർ. അതായത് പഠിച്ച കോണ്ടെക്സ്റ്റും അത് അപ്ലൈ ചെയ്യുന്ന കോണ്ടെക്സ്റ്റും സിമിലർ ആണ്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി എന്താണ്, കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് നിയർ ട്രാൻസ്ഫർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ജൂൺ 2023 എക്സാം സ്റ്റേറ്റ്മെൻറ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 എന്താ പറഞ്ഞിരിക്കുന്നത്, ദ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ ദാറ്റ് ഇസ് കോൺഷ്യസ് ആൻഡ് എഫേർട്ട്ഫുൾ ഇസ് ലോ റോഡ് ട്രാൻസ്ഫർ. Statement 2 says that the automatic, often unconscious transfer of learning to another situation is high road transfer. And we have various options given below. Statement type usually ചോദിക്കാറുള്ള അല്ലെങ്കിൽ യൂഷ്വലി നമുക്ക് തരാറുള്ള ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളുടെ എന്താ, ഇത് ശരിയാണോ തെറ്റാണോ, എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കോൺഷ്യസ് എഫേർട്ട്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണെന്നാണ്. അത് ശരിയാണോ? ലോ റോഡ് ട്രാൻസ്ഫറിൽ നമ്മൾ കീ ആയിട്ട് പഠിച്ച വാക്കുകൾ എന്തൊക്കെയാണ്? സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്
തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഓട്ടോമാറ്റിക് ഓഫൻ അൺകോൺഷ്യസ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ടു അനദർ സിറ്റുവേഷൻ ഇസ് ഹൈ റോഡ് ട്രാൻസ്ഫർ. അതും എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹൈ റോഡ് ട്രാൻസ്ഫർ ഓട്ടോമാറ്റിക് അല്ല. അവിടെ എന്താ? മൈൻഡ്ഫുൾ, ഡെലിബറേറ്റ്, കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഇനി ഒന്നുകൂടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ടൊന്ന് നോക്കുകയാണ് അല്ലെങ്കിൽ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഈ ലോ റോഡ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 1 തന്നിരിക്കുന്ന ആ ഡെഫിനേഷൻ ബേസിക്കലി എന്തിനോട് കണക്റ്റഡ് ആണ്? ഹൈ റോഡ് ട്രാൻസ്ഫറിനോട് കണക്റ്റഡ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 തന്നിരിക്കുന്ന ഹൈ റോഡ് ട്രാൻസ്ഫറിന്റെ എക്സ്പ്ലനേഷൻ ബേസിക്കലി എന്താ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനാ? ദാറ്റ് ഇസ് ലോ റോഡ് ട്രാൻസ്ഫർ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും തന്നിരിക്കുന്ന ക്രമത്തിൽ അത് തെറ്റാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. So both statement 1 and statement 2 are false is the right answer. So the right answer for this question is option B. So another question from the same session: if the mobile number of your friend changes and you often continue to dial his former number, it is an example of, and we have options like positive transfer of learning, negative transfer of learning, zero transfer of learning, ബൈലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നമ്പർ ആൾ ചേഞ്ച് ചെയ്തു, പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്? യു ഓഫൻ കണ്ടിന്യൂ ടു ഡയൽ ഹിസ് ഫോമർ നമ്പർ. അതായത് ഇപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക? പഴയ നമ്പർ തന്നെയാണ് നിങ്ങൾ ഡയൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ നമ്പറാണ് ഇപ്പോഴും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പ്രീവിയസ്ലി പഠിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു പുതിയ കാര്യം പഠിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഹിൻഡർ ചെയ്യാണ്, റൈറ്റ്? സോ അതെന്താണ്? Negative transfer of learning. So negative transfer of learning is option B. So the right answer is option B itself. So അങ്ങനെ transfer of learning എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ്ലി റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സോ നൗ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് ഏരിയ. സോ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ആണ്. സോ ഈ ഒരു ഏരിയയിൽ നിന്നും റീസെൻറ്റ് എക്സാംസിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. സോ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ചില ടൈപ്സ് ഓഫ് അസസ്മെൻ്റ് ആണ് നമ്മൾ നോക്കുക. സോ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് ആണ്. എന്താണ് ഇപ്സേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ? ഇപ്സേറ്റീവ് അസസ്മെൻറ്റിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസിനെ അയാളുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? compare ചെയ്യാണ്. So it's an evaluation wherein an individual's performance or traits in relation, or it evaluates an individual's performance or traits in relation to their own previous performance. These assessments focus on personal progress and growth as they compare an individual's current abilities to their past performance. അപ്പോൾ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? ഇപ്പം there are certain assessments wherein നമ്മളുടെ പെർഫോമൻസിനെ മറ്റുള്ള ആളുകളുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവാലുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ നോം റെഫറൻസ്ഡ് ഇവാലുവേഷൻ, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ് ഇവാലുവേഷൻ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നോം റെഫറൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മളുടെ പെർഫോമൻസിനെ ഇപ്പോൾ ഒരു എക്സാം നടത്തി, അപ്പോൾ ആ എക്സാം നടത്തിയപ്പോൾ നമ്മുടെ പെർഫോമൻസ് റിലേറ്റീവ് ആയിട്ടാണ് അവിടെ അതിൻ്റെ ഒരു പെർഫോമൻസ് എന്താണെന്നുള്ളത് വാല്യൂ ചെയ്യപ്പെടുന്നത്. നമ്മുടെ പെർഫോമൻസിനെ നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ പെർഫോമൻസിനോട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിൽ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രത്യേക ക്രൈറ്റീരിയാസ് വയ്ക്കുന്നു, അത് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ, അതിനോട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ പെർഫോമൻസിനെ യൂഷ്വലി എന്ത് ചെയ്യാറുണ്ട്? അസസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്സേറ്റീവ് അസസ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ മറ്റു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഒന്നും അല്ല അവിടെ ഒരു അസസ്മെൻറ്റിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്, മറിച്ച് എന്താ? നമ്മളുടെ തന്നെ പെർഫോമൻസ് ആണ്. അതായത് നമ്മുടെ പ്രസൻറ്റ് പെർഫോമൻസിനെ നമ്മളുടെ തന്നെ പാസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. അപ്പം നമുക്ക് എന്തുമാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായി, നമുക്ക് എന്തുമാത്രം ഗ്രോത്ത് ഉണ്ടായി എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഇപ്സേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുക. ഇനി മറ്റൊരു ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് പെർഫോമൻസ് അസസ്മെൻറ്റ് എന്ന് പറയുക. പെർഫോമൻസ് അസസ്മെൻറ്റിൽ എന്താ ഫോക്കസ് ചെയ്യുന്നത്? ഇറ്റ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ആൻഡ് ഷോയിങ് സ്കിൽസ് ആൻഡ് നോളജ് ത്രൂ വേരിയസ് പെർഫോമൻസ് ടാസ്ks. These assessments measure how well a student can apply the knowledge they have learned, not if they can recall the knowledge. ഇപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താ? ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ടാസ്ക്, ഇപ്പോൾ ഒരു ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ടാസ്ക് കൊടുക്കുന്നു, എന്നിട്ട് അവർക്ക് കൃത്യമായിട്ട് എന്താ? അവർ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടും അവരുടെ സ്കില്ല് അവിടെ കാണിക്കാനുമായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതാണ് പെർഫോമൻസ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? ദിസ് അസസ്മെൻറ്റ് മെഷേഴ്സ് ഹൗ വെൽ എ സ്റ്റുഡൻറ്റ് ക്യാൻ അപ്ലൈ ദ നോളജ് ദേ ഹാവ് ലേൺ, നോട്ട് ഇഫ് ദേ ക്യാൻ റീകോൾ ദ നോളജ്. അതായത് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് കാണാതെ പറയാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അത് മെമ്മറൈസേഷൻ അല്ലെങ്കിൽ മെമ്മറിയിൽ ഇരുന്നിട്ട് അത് വീണ്ടും നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതല്ല ഫോക്കസ്, മറിച്ച് എന്താ? ഇത് നമുക്ക് എന്തുമാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു ടാസ്കിൽ നമുക്ക് എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യാം. അവിടെയാണ് പെർഫോമൻസ് അസസ്മെൻറ്റിൻ്റെ പ്രാധാന്യം വരുന്നത്. സോ
പെർഫോമൻസ് ടാസ്കുകളിലൂടെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. ദെൻ വി ഹാവ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. ഒതൻറ്റിക് അസസ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഇൻവോൾവ് ദി ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ആൻഡ് സ്കിൽസ് ഇൻ റിയൽ വേൾഡ് സിറ്റുവേഷൻസ്, സിനാരിയോസ് ആൻഡ് പ്രോബ്ലംസ്. It creates a student-centered learning experience by providing students opportunities to problem solve, inquire and create new knowledge and meaning. Authentic assessment എന്ന് പറഞ്ഞാൽ ഇതും ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പക്ഷേ എവിടേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? പഠിച്ച കാര്യങ്ങളെ റിയൽ വേൾഡ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിയൽ സിറ്റുവേഷൻസിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലംസിലേക്ക് അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അവർ പഠിച്ചിട്ടുള്ള നോളജ് അവർ എന്ത് ചെയ്യാണ്? ഈ ഒരു പുതിയ സിറ്റുവേഷനിലേക്ക് ദർ അപ്ലൈയിങ് ഇറ്റ്. അതാണ് ഒതൻറ്റിക് അസസ്മെൻറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും, കാര്യങ്ങൾ എൻക്വയർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, ആൻഡ് ഓൾസോ ഇറ്റ് ക്രിയേറ്റ് ന്യൂ നോളജ് ആൻഡ് മീനിങ്. അപ്പോൾ ഇതിലൂടെ പുതിയ നോളജ് ഉണ്ടാവുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഉദ്ദേശമാണ്. ദെൻ വി ഹാവ് പിയർ അസസ്മെൻറ്റ്. പിയർ അസസ്മെൻറ്റ് ആ ഒരു ടേമിൽ തന്നെ ആ വേർഡിൽ തന്നെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ പിയർ അസസ്മെൻറ്റ്, പിയർ റിവ്യൂ പ്രൊവൈഡ്സ് എ സ്ട്രക്ചേർഡ് ലേണിംഗ് പ്രോസസ് ഫോർ സ്റ്റുഡൻസ് ടു ക്രിറ്റീക്ക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ടു ഈച്ച് അതർ ഓൺ ദെയർ വർക്ക്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലേണേഴ്സിന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും, പിയർ എന്ന് പറയുമ്പോൾ തന്നെ ആ സെയിം ലേണർ ഗ്രൂപ്പ് തന്നെ അല്ലേ. സോ ദേ ആർ പ്രൊവൈഡഡ് വിത്ത് എൻ ഓപ്പർച്യൂണിറ്റി വെയറിൻ ദേ ക്യാൻ ക്രിറ്റീക്ക് ആൻഡ് പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഓഫ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ടു ഈച്ച് അതേഴ്സ് വർക്ക്. അതാണ് അവിടെ സംഭവിക്കുന്നത്. നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് തന്നെ നമ്മൾ ലേണേഴ്സിന് തന്നെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്, വെയറിൻ അവർക്ക് തന്നെ അവരുടെ വർക്ക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിറ്റീക്ക് ചെയ്യാനും അത് ഇവാലുവേറ്റ് ചെയ്യാനും അതിന് ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യപ്പെടുകയാണ്. അതാണ് പിയർ അസസ്മെൻറ്റിൽ സംഭവിക്കുന്നത്. സോ ഇതാണ് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസിൽ നമുക്ക് കാണുന്ന ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഉണ്ടെങ്കിൽ അതും നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഭാഗമായിട്ട് അസസ് ചെയ്യാം. സോ ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്സ് വുഡ് ബി മോസ്റ്റ് ബെനിഫിഷ്യൽ ഫോർ അസസിങ് എ സ്റ്റുഡൻറ്റ്സ് എബിലിറ്റി ടു ഡിബേറ്റ്? ആൻഡ് വി ഹാവ് ദി ഓപ്ഷൻസ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ്, ഇപ്സേറ്റീവ് അസസ്മെൻറ്റ്, പെർഫോമൻസ് അസസ്മെൻറ്റ്. സോ ഈ ഫോർമേറ്റീവും സമ്മേറ്റീവും നമ്മൾ ഈ ലിസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് രണ്ടും ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ നിങ്ങൾ ഓൾറെഡി മാരത്തൺ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡൊക്കെ എൻ്റെ കോർ ഏരിയാസ് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഫോർമേറ്റീവ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് അസസ്മെൻ്റ് ആണ്. വേറെ ഇപ്പോൾ നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തു, ആ കോഴ്സിൽ ഉടനീളം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ഉണ്ടാവും. ഇപ്പോൾ ചില ക്ലാസ് ടെസ്റ്റുകളുടെ ക്വിസ് കണ്ടക്ട് ചെയ്യുക, അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ആ ഒരു ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ, അതായത് അവർക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിൽ വീണ്ടും പഠിക്കാനൊരു മോട്ടിവേഷനാണ്. ഇനി മാർക്ക് കുറഞ്ഞാൽ പഠിക്കണം, ഇത് പോരാ എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. ആൻഡ് ഓൾസോ ആ എൻ്റെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് കൃത്യമായി ടീച്ചറിനും സ്റ്റുഡൻസിനും നടത്താനായിട്ടുള്ളൊരു സാവകാശം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയാം. സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കോഴ്സിൻ്റെ അവസാനമൊക്കെ നടത്തുന്ന അസസ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇവാലുവേഷൻ ഉണ്ടല്ലോ. ഇപ്പം ഒരു സെമസ്റ്ററിൻ്റെ അവസാനം, ഒരു കോഴ്സിൻ്റെ അവസാനമൊക്കെ നടത്തുന്ന അങ്ങനെയുള്ള അസസ്മെൻറ്റ്സിനെയാണ് നമ്മൾ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയും. ഇത് ഓൾറെഡി നമ്മൾ ഇവാലുവേഷൻ ടൈപ്സിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യാതിരുന്നത്, നമ്മുടെ സെഷനിൽ മെൻഷൻ ചെയ്യാതിരുന്നത്. ഇപ്സേറ്റീവും പെർഫോമൻസും നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പം ഇനി നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ഇപ്പോൾ മാരത്തൺ വീഡിയോ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഏരിയ പഠിക്കാത്തവനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എനിക്ക് പറയാനെങ്കിൽ ഒരു സജഷൻ, വെൻ യു ഡൂയിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ആർ ഫൈൻഡിങ് സംതിങ് ന്യൂ ഇൻ ദി ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടി, അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആൻസർ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് അറിയും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, മോസ്റ്റ് ബെനിഫിഷ്യൽ അസസ്മെൻറ്റ് ഫോർ അസസിങ് എ സ്റ്റുഡൻസ് എബിലിറ്റി ടു ഡിബേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ടാസ്ക് അല്ലെങ്കിൽ പെർഫോമൻസ് ആണ്. അപ്പോൾ പെർഫോമൻസ് അസസ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉത്തരം എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. സോ അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ നോക്കുക. ഇപ്പോൾ ഫോർമേറ്റീവും സമ്മേറ്റീവും നിങ്ങൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്യരുത്. ഈവൻ ദോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമെങ്കിലും ജസ്റ്റ് ഗോ ത്രൂ ദി അതർ ഓപ്ഷൻസ് ഓൾസോ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദോസ് ഓപ്ഷൻസ് മീൻ. ബിക്കോസ് അടുത്തൊരു എക്സാമിൽ മേ ബി ഇതിൽ നിന്നായിരിക്കും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അറ്റ് ദ സെയിം ടൈം എന്തുകൊണ്ടാണ് ഇപ്പം പലപ്പോഴും നമുക്കൊരു MCQ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു പോയിന്റ് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ വായിക്കും, ക്വസ്റ്റ്യന് റൈറ്റ് ആൻസർ ചെയ്താന്ന് പഠിക്കും, ദെൻ വിൽ മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവും എവിടെയാണ് സെയിം ക്വസ്റ്റ്യൻ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ദ പോയിന്റ് ഇസ്, നെറ്റിൻ്റെ പൊതുവിൽ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടെൻഡൻസി നമ്മൾ നോക്കിയാൽ ഈ പ്രീവിയസ് ഇയർ അതുപോലെ തന്നെ
കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ടെൻഡൻസി പൊതുവിൽ നെറ്റിന് ഇല്ലാന്ന് തന്നെ പറയാം, ചോദിച്ചാലും വെരി ഫ്യൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിച്ചിട്ട് പോകുന്നതിൽ വലിയ കാര്യമില്ല. ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ, ആ ക്വസ്റ്റ്യൻ്റെ മുഴുവനായിട്ടുള്ള എസൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. എന്തെങ്കിലും പുതുതായിട്ട് അതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാനുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ലോജിക് ഉണ്ടല്ലോ, എങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ നിന്നൊരു ആൻസറിലേക്ക് എത്തുന്നത്. കോൺസെപ്ച്വൽ ലേണിംഗ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫൗണ്ടേഷനാണ്. കോൺസെപ്റ്റ് ഇല്ലാണ്ട് നമുക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ കോൺസെപ്റ്റ് മാത്രമല്ല നെറ്റ് പോലൊരു എക്സാമിൽ നിങ്ങളെ സക്സസ്ഫുൾ ആകുന്നത്. കോൺസെപ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ആദ്യം അത് തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ലോജിക് ഉണ്ട്, അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം ഒരു ചോദ്യത്തിലേക്ക്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക് എന്താണ്, നെറ്റിനോടുള്ള അല്ലെങ്കിൽ നെറ്റിൻ്റെ ക്വസ്റ്റ്യൻസിനോടുള്ള നമ്മുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കണം, ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനൊരു പ്രോസസ്സാണ്. എന്താണത്? ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ റൈറ്റ് ആണെങ്കിൽ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കണം. എന്തുകൊണ്ട് ആ ഓപ്ഷൻ കറക്റ്റായി, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവണം. ഇനി അത് മാത്രം മതിയോ? അത് മാത്രം പോരാ. ബാക്കിയുള്ള ഓപ്ഷൻസ് തെറ്റാണെന്നാണ് അപ്പോൾ അതിന് മീനിങ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ ഓപ്ഷൻസ് തെറ്റായത്? വൈ ദോസ് ആൻസേഴ്സ് ആർ നോട്ട് ദി റൈറ്റ് ഓപ്ഷൻസ്, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് റൈറ്റ് ആൻസറായി ഈ ചോദ്യത്തിന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എന്തുണ്ടാവണം? പ്രോപ്പറായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം എന്താ? ആ ഓപ്ഷൻസ് എല്ലാം എന്താണെന്നുള്ള ഒരു ഓവറോൾ ഐഡിയ വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ, അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ എനിവേ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്താ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, പെർഫോമൻസ് അസസ്മെൻറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ ഫ്രം ഡിസംബർ 2023. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? The process of comparing a student's performance against his or her previous performance is called as ipsative assessment. Statement 2, authentic assessments or assessment procedures that test skills and abilities as they would be applied in real life situations. അപ്പോൾ നമ്മൾ പഠിച്ച എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡെഫിനേഷൻസ് അതുപോലെ തന്നെ ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്സേറ്റീവിൽ ഒരാളുടെ പെർഫോമൻസ് അയാളുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റൈറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താ പറഞ്ഞിരിക്കുന്നത്? ഒതൻറ്റിക് അസസ്മെൻറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഒരാളുടെ സ്കില്ലും എബിലിറ്റിയും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആ സ്കിൽസ് അല്ലെങ്കിൽ ആ നോളജ് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അസസ്മെൻറ്റ് നടത്തിയാൽ ദാറ്റ് ഇസ് ഒതൻറ്റിക് അസസ്മെൻറ്റ്. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്? ശരിയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and statement 2 ആർ കറക്റ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ എ. ജൂൺ 2023 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് ടെസ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആസ് ദേ വുഡ് ബി അപ്ലൈഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ? ഓപ്ഷൻസ് നോക്കൂ. ഫോർമേറ്റീവ്, ഒതന്റിക്, ഇപ്സേറ്റീവ്, പിയർ അസസ്മെന്റ്. എല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ അറിയാം. ഫോർമേറ്റീവ് അസസ്മെന്റ് ഓൾറെഡി നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നതാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ടെസ്റ്റ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ആസ് ദേ വുഡ് ബി അപ്ലൈഡ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ തന്നെ യു ക്യാൻ ഗോ വിത്ത് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഒതന്റിക് assessment. One more question from this area. The process of comparing a student's performance against his or her previous performance is known as diagnostic evaluation, summative assessment, ipsative assessment and informal assessment. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരാളുടെ പെർഫോമൻസ് എന്താണ്? അയാളുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് വെച്ച് കമ്പയർ ചെയ്യാണ്. സോ ഓഫ് കോഴ്സ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഇപ്സേറ്റീവ് ആണ്. സമ്മേറ്റീവ് എന്താണെന്നുള്ളത് ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്താ? നമ്മൾ ഓൾറെഡി ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ പഠിച്ച സമയത്ത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ നമ്മൾ ആ മാരസൺ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തതാണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടോ നമ്മൾ ഐഡൻറ്റിഫൈ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്കം ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ട് ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം. അതായത് പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി, പ്രശ്നം ഇപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദെയർ ആർ സർട്ടൻ ഇഷ്യൂസ്, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അപ്പോൾ ആ പ്രശ്നം ഉണ്ടായെന്ന് തിരിച്ചറിഞ്ഞാൽ പോരല്ലേ, അതിൻ്റെ കാരണം കണ്ടെത്തി അതിന് റെമഡിയൽ മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ അങ്ങനെ ആ റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഐഡൻറ്റിഫൈ ഓർ ഡയഗ്നോസ് ദ കോസ് അല്ലേ, കാരണം. അതിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇൻഫോർമൽ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫോർമലി നമ്മൾ യൂഷ്വലി ഒരു ഫോർമൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫോർമൽ സെറ്റപ്പിലൊന്നും അല്ലാണ്ട് നമ്മൾ അസസ്മെൻറ്റ്സ് നടത്താറുണ്ട്. സോ ദാറ്റ് ഈസ് ഇൻഫോർമൽ അസസ്മെൻറ്റ്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ സി. സോ ഈ സെഷനിൽ നമ്മൾ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയി റീസെൻ്റ്ലി എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയ ആ ഏരിയയെക്കുറിച്ച്. കുറച്ച് റീസെൻറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മളിതിനകത്ത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ഏരിയ. നെക്സ്റ്റ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റീസെൻറ്റ് എക്സാംസിൽ
ഒരുപാട് അവർ ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത്, ദാറ്റ് ഈസ് ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ്. നമുക്ക് ഓൾറെഡി അറിയാം ടീച്ചിങ്ങിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്, ICT ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു നെറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ റീസെൻറ്റ് എക്സാംസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് അവർ എക്സ്പ്ലോർ ചെയ്ത് കാണുന്നൊരു ഏരിയ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് എന്നുള്ളത്. സോ നമുക്ക് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്, മൈൻഡ് മാപ്പിങ്ങിനും ബ്രെയിൻ സ്റ്റോമിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതും റീസെൻറ്റ് എക്സാംസിൽ അല്ലെങ്കിൽ റീസെൻറ്റ് നെറ്റ് എക്സാമിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ചില ഡിജിറ്റൽ ടൂൾസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാണ്. ആൻഡ് ഓൾസോ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള എക്സാംസിൽ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സോ ദ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ടൂൾ ദാറ്റ് വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ ഇൻ ദിസ് സെഷൻ ഇസ് എഡ്മോഡോ. സോ എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ ഇറ്റ്സ് എൻ എഡ്യൂക്കേഷണൽ ടൂൾ ദാറ്റ് കണക്ട്സ്
connects teachers and students and is assimilated into a social network. In this one, teachers can create online collaborative groups, administer and provide educational materials, measure student performance and communicate with parents among other functions. So ഇതിനകത്ത് ബേസിക്കലി ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു കൊളാബറേറ്റീവ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് എഡ്മോഡോ എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ ടൂളിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതിനകത്ത് ടീച്ചേഴ്സിന് കൊളാബറേറ്റീവ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം, അവർക്ക് വർക്ക്സ് കൊടുക്കാം, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം, ആൻഡ് ഓൾസോ അവർക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഈ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് പ്രൊവൈഡ് ചെയ്യാം. അവരുടെ പെർഫോമൻസ്, സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഇതിനകത്ത് മെഷർ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ പേരൻസുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം കൂടി ഈ ഒരു പെർട്ടിക്കുലർ എഡ്യൂക്കേഷണൽ ടൂള് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഡിജിറ്റൽ ടൂളിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കഹൂത്ത്. കഹൂത്തും വളരെ പ്രോമിനൻ്റ്ലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ടൂളാണ്. സോ ഇവിടെ നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ ടൂള് ഗെയിംസ് ആസ് വെൽ എസ് ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് കഹൂത്ത് ഫംഗ്ഷൻ ചെയ്യുന്നത്. സോ ത്രൂ ദിസ് ടൂൾ ടീച്ചേഴ്സ് ക്യാൻ ക്രിയേറ്റ് ക്വസ്റ്റ്യനെയേഴ്സ്, ഡിസ്കഷൻസ് ഓർ സർവേസ് ദാറ്റ് കോംപ്ലിമെൻറ്റ് അക്കാഡമിക് ലെസൺസ്. അപ്പോൾ ഓൾറെഡി അവർ പഠിക്കുന്ന അല്ലെങ്കിൽ ലേണേഴ്സ് പഠിക്കുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യനെയേഴ്സും ഡിസ്കഷൻസും അതുപോലെ സർവേസൊക്കെ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ അക്കാഡമിക് ലെസൺസിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കഹൂത്ത് എന്ന് പറയുന്നത്. ആൻഡ് ദ മെറ്റീരിയൽ ഇസ് പ്രൊജക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർഡ് ബൈ സ്റ്റുഡൻസ് വൈൽ പ്ലേയിങ് ആൻഡ് ലേണിംഗ് അറ്റ് ദി സെയിം ടൈം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഗെയിംസും ക്വസ്റ്റ്യൻസും എല്ലാം അടങ്ങുന്ന അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലേണിംഗ് പ്രോസസ്സിനെ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് കഹൂത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വി ഹാവ് പാഡ്ലെറ്റ്. സോ പാഡ്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ വെബ് ബേസ്ഡ് ടൂൾ that allows teachers and students to create and organize post on a virtual bulletin board. So ഒരു bulletin board പോലെ virtually നമുക്കൊരു ബോർഡ് നമുക്ക് അവൈലബിൾ ആണ്. വേറെ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് പോസ്റ്റുകളൊക്കെ നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനകത്ത് ടെക്സ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാം, ഇമേജസ് ഇൻക്ലൂഡ് ചെയ്യാം, വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഓർഗനൈസ് ചെയ്ത് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഫങ്ഷൻസ് ആസ് എ വെർച്വൽ ബുള്ളറ്റിൻ ബോർഡ്. ആ രീതിയിലാണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നത്. Then we have Edpuzzle. Edpuzzle ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഒരു ഫ്രീ അസസ്മെൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. സോ ഇതിനകത്ത് നമുക്ക് ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. And it embeds and by embedding either open-ended or multi-choice questions, audio notes, audio tracks or comments on a വീഡിയോ. അപ്പോൾ ഇതിനകത്ത് ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ വീഡിയോസ് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ അതിനോടൊപ്പം തന്നെ ഈ വീഡിയോസിനൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫ്രീ അസസ്മെൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ടൂളാണ്. അപ്പോൾ ഇൻറ്ററാക്റ്റീവ് ഓൺലൈൻ വീഡിയോസിനോടൊപ്പം ഓപ്പൺ എൻഡഡ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മറ്റ് റിസോഴ്സസ് അവരിലേക്ക് എത്തിക്കാനായിട്ടും എഡ്പസിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റിസോഴ്സാണ്. ഈ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ, റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ ഈ ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂൾസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അവർ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ അതാണ് കൂടുതലായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുക. കുറച്ച് ഓപ്ഷൻസ് വരും, അതിനകത്ത് നിന്ന് മൈൻഡ് മാപ്പിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻസ് സാധാരണയായിട്ട് ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഈ മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല തരത്തിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊരെണ്ണമാണ് മൈൻഡ് ബേസ്ഡ്. മൈൻഡ് മാപ്പിംഗ് നമുക്കറിയാലോ, ഡിഫറെൻറ്റ് ഐഡിയാസ് നമുക്കിങ്ങനെ ഒരു ഗ്രാഫ് പോലെ അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടോ ഒക്കെ കൃത്യമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിലി നമുക്ക് ഡിഫറെൻറ്റ് കോൺസെപ്റ്റ്സ് തമ്മിലുള്ള അസോസിയേഷൻസ് അല്ലെങ്കിൽ ഐഡിയാസ് തമ്മിലുള്ള കണക്ഷനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡിജിറ്റൽ ടൂളാണ് മൈൻഡ് ബേസ്ഡ്. ദേർ ആർ അതേഴ്സ് ടു. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നുണ്ട്. തുടർന്നുള്ള സ്ലൈഡ്സിൽ നമ്മൾ പുതുതായിട്ടുള്ള ചില മൈൻഡ് മാപ്പിംഗ് ടൂൾസ് കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ മൈൻഡ് മാപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ഗെറ്റ് കണക്ഷൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ്, ഐഡിയാസ് ആൻഡ് ഇൻഫർമേഷൻ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ഇറ്റ് ഹാസ് മെനി ആപ്ലിക്കേഷൻസ് ബിയോണ്ട് മൈൻഡ് മാപ്പിംഗ്, വിച്ച് ഇൻക്ലൂഡ്സ് ക്രിയേറ്റിംഗ് ടു ഡു ലിസ്റ്റ്, പ്രൊജക്ട് പ്ലാനിങ്, ഡിസൈനിങ് ടൈം ലൈൻസ് ആൻഡ് ബ്രെയിൻ സ്റ്റോമിങ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ മൈൻഡ് മാപ്പിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ടു ഡു ലിസ്റ്റുകൾ അതിനകത്ത് ഉണ്ടാക്കാം, പ്രൊജക്ട് മാപ്പിംഗ് അല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ടൈം ലൈൻസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇതിനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റി മൈൻഡ് ബേസ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് നിയർപോർട്ട്. നിയർപോർട്ടാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇത് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയുന്ന
ഒരു ടൂളാണ്. സോ ഇറ്റ്സ് എ ലേണിംഗ് ടൂൾ ദാറ്റ് അലൗസ് എഡ്യൂക്കേറ്റേഴ്സ് ടു ടീച്ച് ദെയർ സ്റ്റുഡൻസ് ഇൻ എ വെറൈറ്റി ഓഫ് മോഡ്സ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നിയപോഡ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഇൻകോർപ്പറേറ്റ് സെവറൽ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ഡ്യൂറിങ് ദി എൻറ്റയർ ടീച്ചിങ് ലേണിംഗ് സെഷൻ. സിങ്ക്രണസ് അല്ലെങ്കിൽ അസിങ്ക്രണസ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻസ് നമുക്ക് കൊടുക്കാം. സിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ ലൈവ്, അതായത് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആളുകൾ അവിടെ പ്രസൻറ്റ് ആയിരിക്കും, ലൈവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. അസിങ്ക്രണസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി റെക്കോർഡഡ് ആയിട്ട് നമുക്ക് പിന്നീട് ആളുകൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ കഴിയുന്നത് പോലെയും ഈ പ്രസൻറ്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നെയിമാണ് ഹോട്ട് പൊട്ടറ്റോസ് എന്ന് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ടൂളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇതിനകത്ത് ഇറ്റ്സ് എ സ്യൂട്ട് വെയറിൻ ഇറ്റ് ഇൻക്ലൂഡ്സ് 6 ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ്. അല്ലെങ്കിൽ ഹോട്ട് പൊട്ടറ്റോസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 6 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ഈ 6 സ്യൂട്ട്സ് അല്ലെങ്കിൽ 6 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ജംബിൾ സെൻറ്റൻസസ് അല്ലെങ്കിൽ ഇങ്ങനെ വാക്കുകളെല്ലാം ഇങ്ങനെ മിസ്സാക്കി അല്ലെങ്കിൽ മിസ്മാച്ച് ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം അറേഞ്ച് ചെയ്തൊരു പ്രോപ്പർ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ക്രോസ് വേർഡ് ഒക്കെ നമ്മൾ ചെയ്യില്ലേ, വാക്കിൽ ഇപ്പം നമുക്കിങ്ങനെ എന്താ മിസ്സിംഗ് ലെറ്റേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ക്രോസ് വേർഡ്സ് ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ മാച്ചിങ് ആൻഡ് ഓർഡറിങ് ആൻഡ് ഗ്യാപ്പ് ഫില്ലിംഗ് എക്സസൈസ് ഫോർ ദി വേൾഡ് വൈഡ് വെബ്. സോ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധ്യതകൾ ഹോട്ട് പൊട്ടറ്റോസിൻ്റെ ഈ ഡിഫറെൻറ്റ് 6 ആപ്ലിക്കേഷൻസിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഓൺലൈൻ പ്രസൻറ്റേഷൻ ടൂളാണ് മെൻറ്റിമീറ്റർ. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റേഷൻസ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം വളരെ ഇൻറ്ററാക്റ്റീവായി സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഓഡിയൻസിന് അതിനകത്ത് എൻഗേജ്ഡ് ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടെ മെൻറ്റിമീറ്റർ കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എൻ ഓൺലൈൻ പ്രസൻറ്റേഷൻ ബിൽഡിംഗ് ടൂൾ ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഓഡിയൻസ് എൻഗേജ്മെൻറ്റ്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്, ഇതിനകത്ത് തന്നെ പോൾസും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വിസസ്, സ്കെയിൽസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് എന്ത് ചെയ്യാം, ലൈവായിട്ട് തന്നെ അവരുടെ റെസ്പോൺസസ് അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ പോസിബിൾ ആവുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി കൊണ്ട് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ദെൻ വി ഹാവ് Google. Google gives a clear way to share and understand complex information. It's a collaborative mind mapping tool that simplifies complex things. So simply speaking, this is again a mind mapping tool. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മൈൻഡ് മാപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസ് ഐഡൻറ്റിഫൈ ചെയ്തു. സോ അതുപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂളാണ് അല്ലെങ്കിൽ മറ്റൊരു ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ടൂളാണ് ഗൂഗിൾ എന്ന് പറഞ്ഞ കൊളാബറേറ്റീവ് മൈൻഡ് മാപ്പിംഗ്. നമുക്ക് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഐഡിയാസിനെയൊക്കെ ഈ മൈൻഡ് മാപ്പിംഗ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് അവതരിപ്പിക്കാനും അത് കൂടുതലായിട്ട് നമ്മുടെ മെമ്മറിയിൽ റീറ്റെയിൻ ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മറ്റൊരു മൈൻഡ് മാപ്പിംഗ് ബ്രെയിൻ സ്റ്റോമിംഗ് സോഫ്റ്റ്വെയർ ആണ് എക്സ് മൈൻഡ് എന്ന് പറയുന്നത്. സിമിലർ ആയിട്ടുള്ള യൂസ് തന്നെയാണ് ഇതിനും ഉള്ളത്. സോ ഇതിനകത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം, ഐഡിയാസ് ഒക്കെ വിഷ്വലൈസ് ചെയ്ത് കുറച്ചുകൂടി കോംപ്ലക്സ് ഇൻഫർമേഷൻ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കാനായിട്ട് നമുക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ്. സോ എക്സ് മൈൻഡ്, ഇപ്പോൾ ഗൂഗിൾ നമ്മൾ പറഞ്ഞു, എക്സ് മൈൻഡും അതുപോലെ തന്നെ ഒരു മൈൻഡ് മാപ്പിംഗ് ബ്രെയിൻ സ്റ്റോമിംഗ് സോഫ്റ്റ്വെയർ ആണ്. മറ്റൊരു മൈൻഡ് മാപ്പിംഗ് കോൺസെപ്റ്റ് മാപ്പിംഗ് ഔട്ട്ലൈനിങ് ടൂളാണ് മൈൻഡ്മോ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അഗെയിൻ എ കൊളാബറേറ്റീവ് മൈൻഡ് മാപ്പിംഗ് ടൂൾ. സോ ഇതിനകത്ത് നമുക്ക് ഇൻറ്ററാക്റ്റീവായിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് വിത്ത് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ഷെയറിംഗ്, കൊളാബറേഷൻ, ടാസ്ക് മാനേജ്മെൻറ്റ്, പ്രസൻറ്റേഷൻ ആൻഡ് ഇൻറ്ററാക്റ്റീവ് വെബ് പബ്ലിക്കേഷൻ. അപ്പോൾ ഇതിനൊരു പോസിബിലിറ്റി മൈൻഡ് മാപ്പിംഗ്, കോൺസെപ്റ്റ് മാപ്പിംഗ് ചെയ്യാം. ദാറ്റ് ടു ഇൻറ്ററാക്റ്റീവായി നമുക്കത് ഷെയർ ചെയ്ത് കൊളാബറേറ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസും ഇതിനകത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അനദർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഇസ് മിറോ മൈൻഡ് മാപ്പ്. സോ മിറോ മൈൻഡ് മാപ്പും ഒരു വെബ് ബേസ്ഡ് ആയിട്ടുള്ള ടൂൾ തന്നെയാണ്. അഗെയിൻ മൈൻഡ് മാപ്സ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ മൈൻഡ് മാപ്പിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളായിട്ട് നമുക്ക് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഡിഫറെൻറ്റ് ടീംസിന്, ഇപ്പോൾ നമുക്കൊരു ഗ്രൂപ്പായിട്ടൊക്കെ ടീമൊക്കെ ആയിട്ട് ബ്രെയിൻ സ്റ്റോം ചെയ്ത് പ്രൊജക്റ്റ് പ്ലാനുകളൊക്കെ നമുക്ക് ഇതിനകത്ത് തയ്യാറാക്കാം. എന്തെങ്കിലുമൊക്കെ ചാർട്ട്സ് ഒക്കെ നമുക്ക് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. ആൻഡ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് ആസ് എ ടീം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ യൂസ് ദിസ് മിറോ മൈൻഡ് മാപ്പ്. So as an infinite virtual whiteboard, Miro empowers teams to tackle any visual task, whether it's user story mapping, agile planning, design, iteration or visual project management. So it provides you with a virtual whiteboard. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആസ് എ ടീമൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടാസ്ക് ഒക്കെ തരുവാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് സെൽഫായിട്ട് അറേഞ്ച് ചെയ്ത് പ്രോപ്പറായിട്ട്
യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ ഇതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമ്പിൾസ് തരും. എക്സാമ്പിൾസ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഈ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിന് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾ ഏതാണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ മൈൻഡ് മാപ്പിംഗ് ഒക്കെ പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്ന ടൂൾ ഏത്, അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരിക. ഡിസംബർ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വേറെൻ യു ആർ ഗിവൻ an എക്സാമ്പിൾ, ഒരു സിറ്റുവേഷൻ, ഒരു സിനാരിയോ തന്നിരിക്കുകയാണ്. എന്നിട്ട് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Mr. Johnson wants to create a mind map for his students to help them understand the concept of photosynthesis. Which of the following tools would be most suitable? അപ്പോൾ മിസ്റ്റർ ജോൺസന് തൻ്റെ സ്റ്റുഡൻസിനെ ഫോട്ടോസിന്തസിസിൻ്റെ പ്രോസസ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി പഠിപ്പിക്കണം. അപ്പോൾ അതിന് അദ്ദേഹം യൂസ് ചെയ്തൊരു മാർഗ്ഗം എന്താ, മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ കണക്ഷനൊക്കെ വെച്ചിട്ട് ഗ്രാഫ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് കാണിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ ഏതാണ് അദ്ദേഹത്തിന് ഇതിനു വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. മൈൻഡ് മേസ്റ്റ്, എഡ്പസിൽ, നിയർപോൾ ആൻഡ് ഹോട്ട് പൊട്ടറ്റോ. അപ്പോൾ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, മൈൻഡ് മാപ്പിംഗ് ടൂൾ ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഏതാണ് മൈൻഡ് മാപ്പിംഗ് ടൂൾ? ദാറ്റ് ഇസ് ഓപ്ഷൻ എ, മൈൻഡ് മേസ്റ്റ്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ ഇറ്റ് സെൽഫ്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 പറഞ്ഞിരിക്കുന്നത് എന്താ, എഡ്പസിൽ ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ മൈൻഡ് മാപ്പിംഗ് ഇൻ എഡ്യൂക്കേഷൻ. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 സേസ് മൈൻഡ് മേസ്റ്റർ ഇസ് എ ടൂൾ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇന്ററാക്റ്റീവ് വീഡിയോസ് ഇൻ എഡ്യൂക്കേഷൻ. സോ നമ്മൾ ഓൾറെഡി 2 ടൈപ്സ് ഓഫ് ടൂൾസും ഐഡന്റിഫൈ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം എഡ്പസിൽ ഒരു മൈൻഡ് മാപ്പിംഗ് ടൂൾ ആണോ? അല്ല. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ററാക്റ്റീവ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനാണ്. മൈൻഡ് ബേസ്ഡ് ആണ് ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് അവർ എന്ത് ചെയ്യാണ്, അത് എഡ്പസിലിൻ്റെ കൂടെ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ മൈൻഡ് മേസ്റ്ററിന്റെ കൂടെ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ എഡ്പസിലിൻ്റെയാണ്. അപ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. കാരണം 2 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്, തെറ്റാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. ഇസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ആർ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്സ്. അപ്പം നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുകയാണ്. ഓപ്ഷൻസിൽ നിന്ന് മൈൻഡ് മാപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ടൂൾസ് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഏതൊക്കെ ഓപ്ഷൻസ് നോക്കിക്കേ, എക്സ് മൈൻഡ്, മൈൻഡ്മോ, ഗോഗിൾ, മൈൻഡ് മൈസ്റ്റർ, മിറോ. സോ ഫ്രം ദി ഓപ്ഷൻസ് വി നീഡ് ടു ഐഡന്റിഫൈ ദി ഓപ്ഷൻസ് ദാറ്റ് ക്യാൻ ബി, ഓർ ദി ടൂൾസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് ഷെയറിംഗ് മൈൻഡ് മാപ്പ്. അപ്പം നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇതെല്ലാം നമ്മൾ പഠിച്ചതിൽ നമുക്ക് അറിയുന്ന കാര്യം എന്താ, ഇതെല്ലാം മൈൻഡ് മാപ്പിംഗ് ടൂൾസ് തന്നെയാണ്. ഈ മൈൻഡ് മാപ്പിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ ടൂൾസ് തന്നെയാണ് തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും. അങ്ങനെയാണെങ്കിൽ ഏതാണ് റൈറ്റ് ആൻസർ? എ, ബി, സി, ഡി ആൻഡ് ഇ ഓൺലി. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി ഇറ്റ് സെൽഫ്. സോ നൗ വി ആർ മൂവിംഗ് ടു ദി നെക്സ്റ്റ് ഏരിയ. ഇതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഫൈനലി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് മെമ്മറി. ടൈപ്സ് ഓഫ് മെമ്മറി ഇൻ ദി സെൻസ് ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി. ഹ്യൂമൻ മെമ്മറിയുടെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നിന്നും റീസെൻറ്റ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആദ്യം നമ്മൾ ഈ ഹ്യൂമൻ മെമ്മറീനെ എങ്ങനെയാണ് ജനറലി നമുക്ക് അറേഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എങ്ങനെയാണ് നമുക്ക് ബ്രാഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ആൻഡ് സ്പെസിഫിക്കലി അതിനുശേഷം ഇതിൻ്റെ ഓരോ ടൈപ്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. സോ ഹ്യൂമൻ മെമ്മറീനെ നമുക്ക് ജനറലി 3 ടൈപ്സ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. വി ഹാവ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആസ് വെൽ ആസ് ലോങ് ടേം മെമ്മറി. അങ്ങനെ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ഹ്യൂമൻ മെമ്മറീനെ എന്ത് ചെയ്യുന്നത്, ഒരു ഇനിഷ്യൽ ഫേസിൽ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്തത്. അപ്പോൾ ഈ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ, സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ ഫ്യൂ സെക്കൻഡ്സിലേക്കൊക്കെ മാത്രം നമ്മളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് പോകുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് സെൻസസിൽ നമ്മൾ കാണുകയും കേൾക്കുകയും സ്മെല്ല് ചെയ്യും. ഇപ്പം നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു യാത്രയിൽ നിങ്ങൾ പല കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ സ്മെല്ല് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊരു ഫ്യൂ സെക്കൻഡ്സ് നമ്മൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ ഓർക്കണം എന്ന് നിർബന്ധമില്ല. സോ അങ്ങനെയുള്ള മെമ്മറീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് സെൻസറി മെമ്മറി, അല്ലെങ്കിൽ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്ന മെമ്മറീനെയാണ് സെൻസറി മെമ്മറി എന്ന് നമ്മൾ വിളിക്കുക. സോ ദേ ആർ സ്റ്റോർഡ് ഓൺലി ഫോർ ആസ് ലോങ് ആസ് ദ സെൻസസ് ബി സ്റ്റിമുലേറ്റഡ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സെൻസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ കണ്ടു, ഇറ്റ്സ് ഗോൺ. ഓക്കെ, അപ്പോൾ അതിനെയാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ഒരു സെൻസറി മെമ്മറി ഒരു ഫ്യൂ സെക്കൻഡ്സ് നമ്മുടെ മനസ്സിൽ അത് മൈൻഡിൽ അത് സ്റ്റോർഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കൊഹറൻസ് തോന്നും. നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പല കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റഡ് ആയിട്ട് ആ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്, ഫ്യൂ സെക്കൻഡ് നിങ്ങൾ കാണുന്ന കേൾക്കുന്ന കാര്യം ഒന്ന് ആ സെൻസറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ്. റൈറ്റ്? സോ അതിനെയാണ് നമ്മൾ സെൻസറി മെമ്മറി എന്ന് പറയുക. ഈ സെൻസറി മെമ്മറി തന്നെ നമുക്ക് പല ടൈപ്സ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്
സാധിക്കും. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഐക്കോണിക് മെമ്മറി ഉണ്ട്, എക്കോയിക് മെമ്മറി ഉണ്ട്, ഹാപ്റ്റിക് മെമ്മറി ഉണ്ട്. ദെൻ വി ഹാവ് ഓൾഫാക്ടറി മെമ്മറി ആൻഡ് ഗസ്റ്റേറ്ററി മെമ്മറി. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഐക്കോണിക് എന്ന് പറഞ്ഞാൽ കാണുന്നത്, എക്കോയിക് ആകുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, ഹാപ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടച്ച് എന്നുള്ളൊരു മീനിങ് ഹാപ്റ്റിക് എന്നുള്ളത്. സോ ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്മെൽ, നമ്മൾ സ്മെൽ ചെയ്യുന്ന കാര്യങ്ങൾ. ആൻഡ് ദിസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഗസ്റ്റേറ്ററി മെമ്മറി ഈസ് അസോസിയേറ്റഡ് വിത്ത് ടേസ്റ്റ്. ഓക്കെ, സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസറി മെമ്മറി. അപ്പോൾ നമ്മൾ ആദ്യത്തേത് പറഞ്ഞു, ഹ്യൂമൻ മെമ്മറിനെ 3 ടൈപ്സ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ആദ്യത്തേത് സെൻസറി മെമ്മറിയാണ്. രണ്ടാമത്തേത് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു കാര്യം കണ്ട് ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിലേക്ക് അത് നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിനെയാണ്. ഇപ്പം സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡ്സ് മാത്രമാണ്. പക്ഷെ ഒരു കുറച്ച് സമയത്തേക്ക്, ഒരു ഷോർട്ട് ടൈം പീരീഡിലേക്ക് നമുക്കത് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുക. അല്ലെങ്കിൽ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മെമ്മറി സ്റ്റോർ ആണ് ഷോർട്ട് ടേം മെമ്മറി. പല സമയങ്ങളിലും ഈ ഷോർട്ട് ടേം മെമ്മറിയും വർക്കിംഗ് മെമ്മറിയും നമ്മളിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒന്നിൻ്റെ സിനണിം പോലെ യൂസ് ചെയ്ത് കാണാറുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി നമ്മൾ ഇതിനെ തമ്മിലൊന്ന്, അല്ലെങ്കിൽ ഈ 2 ടേംസ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പം there are certain differences. അല്ലെങ്കിൽ നമ്മളിനെ കൃത്യമായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് വർക്കിംഗ് മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറിയും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? വർക്കിംഗ് മെമ്മറിയിൽ നമ്മൾ എന്താ പറയുന്നത്? അതായത് നമുക്കൊരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെമ്മറി സ്റ്റോർ ആയിട്ട് തന്നെയാണ് വർക്കിംഗ് മെമ്മറീനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ഇൻ്റർചേഞ്ചബിളി ഈ ഷോർട്ട് ടേം മെമ്മറിയുടെ മറ്റൊരു ടേം ആയിട്ട് പലപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്ത് പോകുന്നത്. പക്ഷെ there are certain key changes, key differences between these two നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് നമുക്കൊരു ഷോർട്ട് ടേം മെമ്മറീനെയും വർക്കിംഗ് മെമ്മറീനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? The distinction between working memory and short term memory is that working memory refers to the ability to use, manipulate and apply memory for a period of time, while short-term memory refers only to the temporary storage of information in memory. അപ്പോൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ടെമ്പററി സ്റ്റോറേജ്, അല്ലെങ്കിൽ ഒരു ചെറിയ സമയത്തേക്ക് നമ്മൾ ടെമ്പററി കുറച്ച് കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. അതാണ് നമ്മൾ ഷോർട്ട് ടേം മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറിങ് ഈ വർക്കിംഗ് മെമ്മറിയിൽ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ കാര്യത്തെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മളെന്ന് വിളിക്കുക വർക്കിംഗ് മെമ്മറി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, യുവർ വർക്കിംഗ് മെമ്മറി നോട്ട് ഓൺലി ഹെൽപ്സ് യു റിമെമ്പർ തിങ്സ് ഫോർ അബൌട്ട് 30 seconds, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് യു വർക്ക് വിത്ത് ദാറ്റ് ഇൻഫർമേഷൻ വിത്തിൻ ദാറ്റ് ടൈം ഫ്രെയിം. ഒരു 30 സെക്കൻഡ് നിങ്ങളുടെ മനസ്സിലാക്കാനും നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ സ്റ്റോർഡ് ആണെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആ മെമ്മറി, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതല്ല, ആ ഓർത്ത കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയാണ്, അല്ലെങ്കിൽ അത് വെച്ച് ആ ഇൻഫർമേഷൻ വെച്ച് ആ ടൈം ഫ്രെയിമിനുള്ളിൽ നിങ്ങൾ എന്തെയാണ് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളിങ്ങനെ പെട്ടെന്ന് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് ജസ്റ്റ് ഓർത്താൽ മതി എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് സംഭവിക്കുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും. നിങ്ങൾ നമ്പേഴ്സ് കണ്ട് ജസ്റ്റ് ഓക്കെ 25, 30 റാൻഡംലി കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, നിങ്ങളത് ഓർക്കുകയാണ്. അപ്പോൾ അതെവിടെയാണ് സംഭവിക്കുന്നത്? ഷോർട്ട് ടേം മെമ്മറിയിൽ നിങ്ങൾക്ക് അത് റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ ഷോർട്ട് ടേം മെമ്മറി. പക്ഷേ അങ്ങനെ നിങ്ങൾ കണ്ട ആ നമ്പേഴ്സ് നിങ്ങൾക്കൊന്ന് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്കുകയാണ് മനസ്സിൽ പെട്ടെന്ന് ആ നമ്പേഴ്സ് കണ്ടപ്പോൾ, അല്ലെങ്കിൽ അത് ഒരു നമ്പർ മറ്റതിൽ നിന്ന് കുറച്ച് നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്, ആ നമ്പേഴ്സിൻ്റെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നിങ്ങൾ അതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? യു ആർ ആക്ച്വലി വർക്കിംഗ് വിത്ത് ദാറ്റ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ദാറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ്. സോ അവിടെയാണ് എന്തിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്? വർക്കിംഗ് മെമ്മറിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓഫൻ ഈ പറഞ്ഞ ഷോർട്ട് ടേം മെമ്മറിയും വർക്കിംഗ് മെമ്മറിയും ഇൻ്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പറയാനായിട്ട് ശ്രമിച്ചത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താ? ലോങ് ടേം മെമ്മറിയാണ്. അപ്പോൾ സെൻസറി മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു, ഷോർട്ട് ടേം മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ലോങ് ടേം മെമ്മറി. ഓക്കെ, അപ്പോൾ ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ലോങ് ടേം മെമ്മറി റെഫേഴ്സ് ടു ദ ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ from short-term memory into long-term storage in order to create enduring memories. This type of memory is unlimited in capacity and stable, lasting for years or even a lifetime. അതായത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ലോങ് ടേമിലേക്ക് അത് ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രാൻസ്ഫർ ദാറ്റ് മെമ്മറി ഫ്രം ദ ഷോർട്ട് ടേം മെമ്മറി ടു ദി long term memory. So it refers to the transfer of information from short term memory into long term storage in order to create enduring memories. അതായത് നിങ്ങൾ ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ചില സെക്കൻഡ്സോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്ത് പ്രോപ്പർ റിഹേഴ്സൽ റിവിഷനോ ഒക്കെ ചെയ്ത കുറച്ച് മിനിറ്റുകളിലേക്കോ മാത്രമേ
ഷോർട്ട് ടേം മെമ്മറിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളെ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്തിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്? ലോങ് ടേം മെമ്മറിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ ലോങ് ടേം മെമ്മറിയിലേക്ക് നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ അതൊരു ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാം ഈ ഡിഫറെൻറ്റ് സ്റ്റോറിൻ്റെ അല്ലെങ്കിൽ മെമ്മറി സ്റ്റോർസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ. സോ അതിലേക്ക് നിങ്ങളൊരു കാര്യം പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ഈവൻ നിങ്ങളത് പ്രോപ്പറായിട്ട് അത് റിഹേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ അത് സ്റ്റോർഡ് ആയിട്ടിരുന്നോളും. ആവശ്യാനുസരണം നിങ്ങൾക്ക് വേണ്ടപ്പോൾ അത് നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് റിട്രൈവ് ചെയ്തെടുത്ത് കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ലോങ് ടേം മെമ്മറി തന്നെ എത്ര തരത്തിലുണ്ട്? 2 തരത്തിൽ നമുക്ക് ലോങ് ടേം മെമ്മറിനെ സബ് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. വി ഹാവ് എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ കോൺഷ്യസ് മെമ്മറി, ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മെമ്മറി. നിങ്ങളിവിടെ നോക്കൂ, നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ഹ്യൂമൻ മെമ്മറിനെ ജനറലി 3 ആയിട്ട് നമ്മൾ തരംതിരിച്ചു. വി ഹാവ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ഇത് നമ്മൾ 3 ടൈപ്സ് ഓഫ് മെമ്മറി ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഈ ലോങ് ടേം മെമ്മറിനെ തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, അതിനെ നമ്മൾ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് വിളിക്കാറുണ്ട്. ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്. ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് ചില റെഫറൻസസിൽ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് നെയിം കാണാം. പക്ഷേ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു ടൈപ്പ് ആയിട്ടും നമ്മൾ പ്രൊസീജറൽ മെമ്മറിനെ കൺസിഡർ ചെയ്യാറുണ്ട്. നമ്മൾ ഇവിടെ അതൊരു ടൈപ്പ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ എനിവേ ഇംപ്ലിസിറ്റ് മെമ്മറി നമുക്ക് പിന്നീട് നോക്കാം. ലോങ് ടേം മെമ്മറിയുടെ ആദ്യത്തെ ടൈപ്പാണ് എക്സ്പ്ലിസിറ്റ്. അതിൻ്റെ സബ് ടൈപ്സ് ആണ് നമ്മളിപ്പം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോയിന്റ് മനസ്സിലായല്ലോ. ഹ്യൂമൻ മെമ്മറി ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. ആ ലോങ് ടൈം മെമ്മറിനെ വീണ്ടും നമുക്ക് സബ് ഡിവൈഡ് ചെയ്യാം. വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആസ് വെൽ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി. അങ്ങനെയാണെങ്കിൽ എക്സ്പ്ലിസിറ്റും ഇംപ്ലിസിറ്റും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റിന്റെ കീഴിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ഏതൊക്കെ? അപ്പോൾ എക്സ്പ്ലിസിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയാണ്. വേറെ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് മെമ്മറി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സിൽ വരുന്നതാണ് ഏതൊക്കെ? സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ആൻഡ് വിഷ്വൽ മെമ്മറി. ഈ ഓരോ ടൈപ്പും എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? യു ക്യാൻ അസോസിയേറ്റ് ഇറ്റ് വിത്ത് കോൺഷ്യസ് ലോങ് ടേം മെമ്മറി ഫോർ മീനിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺസെപ്ച്വൽ ഫാക്ട്സ് അബൌട്ട് ദി വേൾഡ്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമുക്ക് അറിവുകളുണ്ടല്ലോ, ഇപ്പോൾ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് അല്ലെങ്കിൽ നമ്മുടെ നാടിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ മീനിങ്. ഇപ്പോൾ നമുക്കൊരു വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു, ഇങ്ങനെയുള്ള ആശയങ്ങൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് മെമ്മറിയിൽ കൺസിഡർ ചെയ്യുക. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില സ്പെസിഫിക് എപ്പിസോഡ്സ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ചില അനുഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ചില ഇവൻറ്റ്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലോങ് ടേം എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് കംപ്രൈസസ് എ പേഴ്സൺസ് യുണീക്ക് റീകളക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്, ഇവൻറ്റ്സ് ആൻഡ് സിറ്റുവേഷൻസ്. ഇപ്പോൾ സ്പെസിഫിക്കലി നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ലൈഫിൽ ഉണ്ടായ ഒരു കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയ അല്ലെങ്കിൽ നമുക്ക് ഒരു ഫസ്റ്റ് ടൈം ഒരു സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈസ് നമ്മൾ മേടിച്ചൊരു ഇൻസിഡൻറ്റ്, മേ ബി നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ബെസ്റ്റ് ബർത്ത്ഡേ, ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ആ ഒരു എപ്പിസോഡ് ഭയങ്കര ഫ്രഷ് ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും, റൈറ്റ്? അപ്പം അങ്ങനെയുള്ള യുണീക്ക് ആയിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള എപ്പിസോഡ്സ്, ആ ഒരു മെമ്മറീനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു മെമ്മറി ഓഫ് personal events. It is a complex blend of memories of single, recurring and extended events integrated into a coherent story of self that is created and evaluated through socio-cultural practices. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ കുറിച്ച് അതിനൊരു മൊത്തത്തിൽ നമുക്കുള്ള ഒരു ധാരണയുള്ളൂ. അപ്പം നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ച ആ ഒരു ജേർണീനെ കുറിച്ച് നമുക്കുള്ള ഓർമ്മകൾ ഉണ്ടാവും. അതിനെയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, എന്താ ഈ എപ്പിസോഡിക് മെമ്മറിയും ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം? എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും, ഒരു ഇൻസിഡന്റ് ആണ്, നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു സ്പെസിഫിക് ഇവന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ്, അതാണ് എപ്പിസോഡിക് മെമ്മറിയിൽ നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഒരു കൊഹറൻറ്റ് സ്റ്റോറി പോലെ നമ്മുടെ ലൈഫിലുള്ള ഡിഫറെൻറ്റ് ഇവൻറ്റ്സ് എല്ലാം കൂടെ ഒന്നിച്ച് കോർത്തിണക്കി നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ച ലൈഫിനെ കുറിച്ച് നമുക്കൊരു ധാരണ അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ, അതിനെയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയാം.
Then we have a visual memory. Visual memory is എന്താ സംഭവിക്കുന്നത്? Visual memory is a complex set of mental processes that allow people to see their visual environment, organize what they are seeing, interpret visual data and encode that data in the form of retrievable memory. Visual memory basically എങ്ങനെയാണ് നമ്മൾ ഈ വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷ്വൽ എൻവയൺമെൻറ്റിനെ നമ്മൾ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. ഒരു വിഷ്വൽ ഡേറ്റ നമ്മൾ ഇപ്പോൾ കുറേ എന്താ ഷെയ്ഡ്സ് നമുക്ക് തരുന്നു അല്ലെങ്കിൽ കുറച്ച് പടങ്ങളൊക്കെ തരുന്നു, അത് നമ്മൾ എങ്ങനെയാണ് ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഹൗ വി ഓർഗനൈസ് വാട്ട് വി ആർ സീയിങ് ആൻഡ് ഇൻറ്റർപ്രറ്റ് വിഷ്വൽ ഡേറ്റ ആൻഡ് ഓൾസോ ഹൗ വി ആർ എൻകോഡിങ് ദ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് റിട്രൈവബിൾ മെമ്മറി. ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ അല്ലെങ്കിൽ ഈ വിഷ്വൽ ഡേറ്റനെ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്, കോംപ്രിഹെൻഡ് ചെയ്യുന്നത്, എൻകോഡ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ വിഷ്വൽ മെമ്മറി എന്ന് പറയുന്ന പാർട്ടിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പോൾ ലോങ് ടേം മെമ്മറിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലോങ് ടേം മെമ്മറിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആസ് വെൽ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ 4 ടൈപ്സാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. നമുക്ക് അതിനകത്ത് സിമാൻറ്റിക് മെമ്മറി ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് എപ്പിസോഡിക് മെമ്മറി, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ആൻഡ് വിഷ്വൽ മെമ്മറി. ഇനി നമ്മൾ വീണ്ടും തിരിച്ച് ലോങ് ടേം മെമ്മറിയുടെ ഒരു പൊതുവിലുള്ള അതിൻ്റെ ടൈപ്സിലേക്ക് വരുമ്പം എക്സ്പ്ലിസിറ്റ് മെമ്മറി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നൗ വി ആർ മൂവിങ് ടു ഇംപ്ലിസിറ്റ് മെമ്മറി. ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, കോൺഷ്യസ് ആയിട്ടുള്ള അവയർനെസ് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അൺകോൺഷ്യസ് മെമ്മറി എന്നാണ് നമ്മൾ അതിനെ വിളിച്ചത്. അപ്പോൾ ഈ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് നമുക്ക് 3 സബ് ടൈപ്സ് ഉണ്ട്. 3 ടൈപ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് ഇൻക്ലൂഡ്സ് പ്രൊസീജറൽ മെമ്മറി, പ്രൈമിംഗ്, ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ ഇത് 3ആണ് ഈ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്സ് ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഈ ഇംപ്ലിസിറ്റ് മെമ്മറി അൺകോൺഷ്യസ് ആണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ അവയർനെസ് ഇല്ലാതെ നമ്മൾക്ക് നമ്മുടെ മെമ്മറിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ മെമ്മറിയിലേക്ക് ഫീഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് കോൺഷ്യസ്ലി നമ്മളായിട്ട് ഫീഡ് ചെയ്യുന്നതായിരിക്കില്ല. പക്ഷേ ഈ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഭാഗമായിട്ട് നമുക്കുള്ള മെമ്മറി നമ്മുടെ ബിഹേവിയറിനെ തന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്. ഈ പറഞ്ഞിരിക്കുന്ന 3 ടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതിനാദ്യം നമ്മൾ നോക്കുന്നത് പ്രൊസീജറൽ മെമ്മറിയാണ്. പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ഓഫൻ അൺഎക്സ്പ്ലെയിനബിൾ നോളജ് ഓഫ് ഹൗ ടു ഡു തിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. മോട്ടോർ ആൻഡ് കോഗ്നിറ്റീവ് സ്കിൽസ് എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊസീജറൽ മെമ്മറിക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അല്ലെങ്കിൽ 2 വീലർ ഓടിക്കാൻ പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിക്കുക ഈ 2 വീലർ അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് സൈക്കിൾ ബാലൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പം അത് നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത ഒരു പോയിന്റിൽ നിങ്ങൾ പോലും അറിയാണ്ടാണ് നിങ്ങളത് ഓടിച്ചു തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അതെങ്ങനെ ഈ സൈക്കിൾ ബാലൻസ് കിട്ടുന്നത്, അതൊന്ന് തിയറിറ്റിക്കലി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് അൺഎക്സ്പ്ലെയിനബിൾ. അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് പോലും അറിയില്ല. അതൊരു അൺകോൺഷ്യസ് പ്രോസസ്സായിട്ട് അതൊരു സമയം ഓടിക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള അൺഎക്സ്പ്ലെയിനബിൾ നോളജ്, അതായത് എങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അൺഎക്സ്പ്ലെയിനബിൾ നോളജിനെയാണ് പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നു, ഗ്രാജുവലി കുട്ടി എന്താ നടക്കാനായിട്ട് തുടങ്ങുന്നു. ആ പ്രോസസ്സ് കുട്ടി എങ്ങനെയാണ് നടക്കാൻ പഠിച്ചത്, എന്തായിരുന്നു അതിൻ്റെ പുറകിലുണ്ടായിരുന്ന പ്രോസസ്സ്, ഇതൊക്കെ അൺഎക്സ്പ്ലെയിനബിൾ ആണ്, റൈറ്റ്. സോ അത്തരത്തിലുള്ള നോളജ് അല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിനെ പറ്റി അതിൻ്റെ പുറകിലുള്ള നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്ത ആ നോളജിനെയാണ് പ്രൊസീജറൽ മെമ്മറി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ സൈക്കിൾ ബാലൻസ് ഒക്കെ ഓർത്താൽ തന്നെ നിങ്ങൾക്കത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. Then we have classical conditioning effects. So classical conditioning effects നിങ്ങൾ ഓൾറെഡി ടീച്ചിങ് ലേണിംഗ് തിയറീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്റ്റ് എന്താണെന്നുള്ളത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളുടെ LMS പ്ലാറ്റ്ഫോമിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് യൂഷ്വലി നമ്മൾ പറയുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് പവ്ലവ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ത്രൂ ആണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഡോഗ്സിൻ്റെ ഡൈജഷനെ കുറിച്ച് പഠിച്ച സമയത്ത് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം, സ്ഥിരമായി ഡോഗ്സിന് ഒരാൾ തന്നെയാണ് ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഫുഡ് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന ഒരു റെസ്പോൺസാണ് സലൈവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ സ്ഥിരമായി ഡോഗിന് ഒരു വ്യക്തി തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ സലൈവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഫുഡ് കാണണം എന്നില്ല ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം. അപ്പം ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഫുഡും ഈ ആളുമായിട്ട് അല്ലെങ്കിൽ ഈ ഫുഡും ഈ വ്യക്തിയുമായിട്ടൊരു കണക്ഷൻ എന്ത് ചെയ്യാണ് ഡോഗിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അതിനകത്ത് ഫാസിനേറ്റഡ് ആവുകയും അതിനെക്കുറിച്ച് അദ്ദേഹം
ഒരു പഠനം നടത്തുകയും ചെയ്തു. അപ്പോൾ അതിന് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ഡോഗിന് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ അത് നാച്ചുറലി അതിനുണ്ടാവുന്ന ഒരു റെസ്പോൺസ് ആണ് സലൈവേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന സമയത്തെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു ബെല്ല് റിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിസിലടിക്കുക, ഒരു ബെല്ല് റിങ് ചെയ്യാനായിട്ട് അദ്ദേഹം തുടങ്ങി. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷനിലൊക്കെ അല്ലെങ്കിൽ ഈ എക്സ്പെരിമെൻറ്റിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബെല്ലടിക്കുന്ന സമയത്ത് ഈ ബെല്ലിന് പ്രത്യേകിച്ച് ഡോഗിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഡോഗ് ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ല് റിങ് ചെയ്യുന്നു. പക്ഷേ ഗ്രാജുവലി ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഗ്രാജുവലി ഫുഡ് കൊടുക്കുന്ന സമയത്തെല്ലാം ഡോഗ് എപ്പോഴൊക്കെ ഫുഡ് നമ്മൾ ഡോഗിന് കൊടുക്കുന്നുണ്ടോ ആ സമയത്തെല്ലാം നമ്മൾ ഈ ബെല്ല് കൂടി അതിൻ്റെ കൂടെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗ്രാജുവലി എന്ത് സംഭവിക്കും, ഈ ഫുഡും ബെല്ലുമായിട്ട് ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കേണ്ട ഈ ബെല്ലടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഡോഗിൻ്റെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ചാൽ നാച്ചുറലി ഒരു ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഡോഗിൽ ഈ സലൈവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടാവാറില്ല. പക്ഷേ ഇത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന സമയത്ത് എന്താണ്, അങ്ങനെ ഒരു റെസ്പോൺസ് നാച്ചുറലി സംഭവിക്കാത്ത ഒരു റെസ്പോൺസ് ഡോഗിൽ നിന്ന് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്റ്റ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോസസ്സ്, അതായത് നമുക്ക് വേണ്ടുന്ന ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്കം ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതും ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രോസസ്സ്. ഇപ്പോൾ ഡോഗിൻ്റെ എക്സാമ്പിൾ വെച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിനെ പല രീതിയിൽ നമ്മുടെ ബിഹേവിയേഴ്സ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയൺമെൻറ്റിൽ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് കണക്ട് ചെയ്ത് ചിന്തിക്കാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിക്ക് ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ വാക്ക് വായിക്കാനേ പറ്റുന്നില്ലെന്ന് വിചാരിക്കും. ഇപ്പോൾ ലോട്ടസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എത്ര പറഞ്ഞാലും കാണിച്ചു കൊടുത്താലും കുട്ടി ഇത് വായിക്കില്ല. പക്ഷേ ഫോട്ടോ, അതിൻ്റെ പടം കാണുന്ന സമയത്ത് കുട്ടിക്ക് എന്താ, അത് ഈ പറഞ്ഞ ലോട്ടസ് ആണെന്ന് കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ആ വാക്ക് അത് കാണുന്ന സമയത്ത് അത് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോട്ടസിൻ്റെ ഈ പടം കാണിക്കുന്ന സമയത്തെല്ലാം എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു വാക്ക് കൂടെ അതിൻ്റെ കൂടെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ കുറേ തവണ കാണിച്ചു കഴിയുമ്പോഴത്തേന് അൺകോൺഷ്യസ്ലി തന്നെ ഈ പടത്തിൻ്റെ പേരാണിതെന്നുള്ളത്, അല്ലെങ്കിൽ ആ പടത്തിൻ്റെ കൂടെ എപ്പോഴും ഇത് കാണുന്നതുകൊണ്ട് അത് തമ്മിലൊരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യും. നാളെ ആ പടമില്ലാണ്ട് ആ വേർഡ് മാത്രം കാണിച്ചാലും കുട്ടി അത് ലോട്ടസ് ആണെന്ന് തിരിച്ചറിയും. സോ ഇത് ഒരു എക്സാമ്പിൾ, അതെങ്ങനെ നമുക്കൊരു ടീച്ചിങ് ലേണിംഗ് എൻവയൺമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അപ്പം ഇതൊരു ആ ഒരു പ്രോസസ്സ് നമ്മുടെ ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെന്താ, ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ തന്നെ നമ്മൾ ഫൈനലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ടൈപ്പ് എന്താ, പ്രൈമിംഗ് ആണ്. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫൈനൽ ടൈപ്പ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ഈസ് നോൺ as priming or changes in behavior as a result of experiences that have happened frequently or recently. It is a non-conscious form of human implicit memory concerned with the perceptual identification of words and objects. അപ്പോൾ ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രൈമിങ്ങിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വ്യക്തിനെ കൊണ്ട് ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളെ നമ്മളൊരു കുട്ടീനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. അപ്പം കുട്ടി എല്ലാവരോടും വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം എന്ന് വിചാരിക്കും. ഇപ്പോൾ ആളുകളെ, അല്ലെങ്കിൽ കുട്ടിയുടെ സെയിം പ്രായമുള്ള കുട്ടികളെയൊക്കെ കാണും വളരെ കൈൻഡായിട്ട് ഷെയർ ചെയ്യുന്ന മെൻറ്റാലിറ്റിയൊക്കെ ഉള്ള ഒരു നല്ല കുട്ടിയായിട്ട് ആ കൊച്ചിനെ നമുക്ക് വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നമ്മളിങ്ങനെ കുറേ ഡൂസ് ആൻഡ് ഡോൺസ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാളും ഈ പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യും, നമുക്ക് ഹെൽപ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇടയ്ക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ ഈ കൈൻഡ്നെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ കുട്ടികളോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് പറയുക. അപ്പോൾ ഇവർ ഫ്രീക്വൻ്റ്ലി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല നല്ല സ്റ്റോറീസിലൊക്കെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ ഇവർ ഫ്രീക്വൻ്റ്ലി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവരും ഗ്രാജുവലി അതുപോലെ ആയി മാറാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഒരു ബിഹേവിയർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. അല്ലാണ്ട് നമുക്ക് വാക്കുകൾ പഠിക്കുന്നതിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ചില വാക്കുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ മിസ്സിംഗ് വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് തരാണെന്ന് വിചാരിക്കാം. അപ്പോൾ പല വാക്കുകളും മിസ്സിംഗ് ആയിട്ട് കടന്നാൽ ഒറ്റയടിക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഈ ക്രോസ് വേർഡ്സ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഹിൻഡ് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് കുറച്ച് ഏതെങ്കിലുമൊക്കെ അക്ഷരങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ അക്ഷരങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഈസിലി ഇത് ഇന്ന വേർഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. എന്തുകൊണ്ട് നമുക്കത് സാധിക്കുന്നത്, ബിക്കോസ് നമ്മൾ കോൺസ്റ്റൻ്റ്ലി ആ വാക്കിനോട് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് നമ്മൾ കോൺസ്റ്റൻ്റ്ലി കാണുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണുന്നതുകൊണ്ട് തന്നെ ഈവൻ മിസ്സിംഗ് ആയിട്ട് കടന്നാലും നമുക്ക് പെട്ടെന്ന് ആ വാക്കാണെന്നുള്ളത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അതാണ് പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഹ്യൂമൻ മെമ്മറിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് മെമ്മറി 3 തരത്തിലുണ്ട്. വി ഹാവ് സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി.
അപ്പോൾ സെൻസറി മെമ്മറിയുടെ 5 ടൈപ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ഷോർട്ട് ടേം മെമ്മറിയും വർക്കിംഗ് മെമ്മറിയും എങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വി മൂവ് ടു ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയിലേക്ക് വരുമ്പോൾ നമുക്ക് ജനറലി 2 ടൈപ്പ് ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. എക്സ്പ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് നിങ്ങൾക്ക് അതിനെ വിളിക്കാം. സോ ഇത് കോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയാണ്. ഇംപ്ലിസിറ്റ് മെമ്മറി ഉണ്ട്, വിച്ച് ക്യാൻ ബി കോൾഡ് എസ് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കോൺഷ്യസ് എഫേർട്ട് അല്ലെങ്കിൽ അവയർനെസ് ഇല്ലാണ്ടുള്ള മെമ്മറി, അതിനാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ തന്നെ നമ്മൾ ചില ടൈപ്സ് ഐഡന്റിഫൈ ചെയ്തു. ഏതൊക്കെ ടൈപ്സ് ആയിരുന്നു? സെമാൻറ്റിക് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, എപ്പിസോഡിക്, ഓട്ടോബയോഗ്രഫിക്കൽ, വിഷ്വൽ, ഇതൊക്കെ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് ആണ്. ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത ടൈപ്സ് ഏതൊക്കെയായിരുന്നു? പ്രൈമിങ് നമ്മൾ പറഞ്ഞു, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്ട്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, പ്രൊസീജിയറൽ മെമ്മറിയെ കുറിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് മൂവ് ചെയ്യാം. ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. ദ ബ്രെയിൻ സിസ്റ്റം that provides temporary holding and processing of information to accomplish complex cognitive tasks such as language comprehension, learning and reasoning. The information that you are focusing on at a given moment is concerned with. So ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് അല്ലേ, അതായത് ടെമ്പററി ഹോൾഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, വർക്കിംഗ് മെമ്മറി ഉണ്ട്, സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. അപ്പോൾ ഓഫ്കോഴ്സ് ഒരു ടെമ്പററി ഹോൾഡിംഗ് ഒരു ഗിവൺ മൊമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെമ്മറി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ 4 ഓപ്ഷൻസിൽ നിന്ന് അപ്രോപ്രിയേറ്റ്ലി നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന 2 ചോയ്സസ് ഉണ്ടായിരിക്കും, വർക്കിംഗ് മെമ്മറിയും ഷോർട്ട് ടേം മെമ്മറി. എന്തായാലും എപ്പിസോഡിക്കും സെമാൻറ്റിക്കും അല്ല എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കും. അപ്പം ടെമ്പററി ഹോൾഡിംഗ് ആണ്, സോ ഇറ്റ് ക്യാൻ ബി ഈദർ വർക്കിംഗ് മെമ്മറി ഓർ ഷോർട്ട് ടേം മെമ്മറി. ഇനി ഇതിനകത്ത് ഏത് മെമ്മറിയാണെന്ന് എങ്ങനെയാണ് നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഇൻഫർമേഷൻ ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങും അവിടെ സംഭവിക്കുന്നുണ്ട്. ആ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലുമൊക്കെ കൊഗ്നിറ്റീവ് ടാസ്കുകൾ നമ്മൾ ചെയ്യുകയാണ്. ഓക്കെ, ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, ലേണിംഗ്, റീസണിങ്, അത് നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാണ്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് മെമ്മറിയാണ്? ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് വർക്കിംഗ് മെമ്മറി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. Moving to the next question, the knowledge that we are not conscious of recalling but that influences our behavior or thought without our awareness is. അപ്പോൾ not conscious, it influences our behavior and it influences our behavior or thought without our awareness. ഒത്തിരി ക്ലൂസ് നമുക്കുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? ദാറ്റ് ഇസ് ഇംപ്ലിസിറ്റ് മെമ്മറി. എക്സ്പ്ലിസിറ്റ് എന്തായാലും വരില്ല. എപ്പിസോഡിക് മെമ്മറി എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു സബ് ടൈപ്പ് ആണ്. ഓഫ് കോഴ്സ് ഇംപ്ലിസിറ്റ് മെമ്മറിയാണ് ആൻസർ. അപ്പോൾ ഇതിനകത്ത് അഡീഷണലി നിങ്ങൾക്ക് വരുന്ന ഒരു ഓപ്ഷനാണ് ഓപ്ഷൻ ബി, സ്കീമാസ് അല്ലേ. അപ്പോൾ ഡി ആണ് റൈറ്റ് ആൻസർ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അറിയാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആ ഓപ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുക, എന്താ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. സോ സ്കീമ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്കീമ എന്നുള്ള ഐഡിയ ജീൻ പിയാഷെയുടെ നമ്മൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് പഠിക്കുന്നിടത്താണ് സ്കീമ എന്ന് പറയുന്നൊരു തോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പിയാഷെയുടെ ഐഡിയാസ് അല്ലെങ്കിൽ പിയാഷെയുടെ തിയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് തിയറീസ് പഠിക്കുന്ന സമയത്ത് അതുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതിൻ്റെ സ്റ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറി ഇൻ ഇറ്റ് സെൽഫ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് സ്കീമ, അതുപോലെ അഡാപ്റ്റേഷൻ, അസിമുലേഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ കോൺസെപ്റ്റുകളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്കീമ ഇപ്പോൾ നമ്മൾ ആ സെഷനിലേക്ക് പോവാത്തത് കൊണ്ട് സ്കീമ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സ്കീമ എന്ന് പറയുന്നത് ദീസ് ആർ ബേസിക്കലി കാറ്റഗറീസ് ഓഫ് നോളജ്. അതായത് നിങ്ങൾക്കിങ്ങനെ ഓരോ വിഷയങ്ങളെക്കുറിച്ച് ഉള്ള അറിവുകളുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നോളജ് കൃത്യമായിട്ട് ഇങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് നോളജിനെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത്. So a schema refers to both mental and physical actions in understanding and knowing. In cognitive development theory, a schema includes both the category of knowledge and the process of obtaining that knowledge. So schema is basically നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ അറിവ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ദ കാറ്റഗറീസ് ഓഫ് ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ്. അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഈ നോളജിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്കീമയിലേക്ക് ആ പുതിയ കാര്യം ആഡ് ഓൺ ചെയ്യപ്പെടും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യവും തമ്മിൽ എന്തെങ്കിലും കോൺട്രഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നോളജിനെ ചെറിയ ഓൾട്രേഷൻസ് ഒക്കെ വരുത്തിയിട്ടായിരിക്കും ഒരു പുതിയ കാര്യത്തെ നമ്മളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുക. കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഇസ് ഓൾസോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് സ്കീമയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ, നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എന്തൊക്കെ അറിവുകളുണ്ടോ, ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ സോഫാർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്കീമയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നത്. Okay, moving to the next question from the same exam.
session. So which of the following are the types of implicit memory? And we have the options: semantic memory, procedural memory, priming, episodic memory, classical conditioning effects. So ഈ ഓപ്ഷൻസിൽ നിന്ന് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും ഇത് രണ്ടും എന്താണ്? എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇംപ്ലിസിറ്റിൽ നമുക്ക് എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്? പ്രൊസീജറൽ മെമ്മറി, പ്രൈമിംഗ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്റ്റ്. സോ ബി, സി, ഇ ആയിരിക്കും ആൻസർ. ബി, സി ആൻഡ് ടി only is option C. So the right answer is option C itself. Moving to the next question, December 2023 ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. Which of the following are the types or subtypes of long term memory? So ഇവിടെ നമ്മളോട് ലോങ് ടേം മെമ്മറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് ടേം മെമ്മറിയുടെ സബ് ടൈപ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ടൈപ്സ് അല്ലെങ്കിൽ സബ് ടൈപ്സ്, ഇപ്പോൾ രണ്ട് കാറ്റഗറി നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ ലോങ് ടേം മെമ്മറിനെ പ്രൈമർലി നമുക്ക് എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റ് എന്ന് തിരിക്കാം, അത് ടൈപ്സ് ആണ്. പിന്നെ അതിന്റെ സബ് ടൈപ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ നോക്കിയേ, അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് നോക്കിയേ. ഡിക്ലറേറ്റീവ് മെമ്മറി, പ്രൊസീജറൽ മെമ്മറി, എപ്പിസോഡിക് മെമ്മറി, സെമാൻറ്റിക് മെമ്മറി. അപ്പോൾ ലോങ് ടേം മെമ്മറിയുടെ ടൈപ്സ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയാണ്. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? ലോങ് ടേം മെമ്മറിയുടെ ഒരു ടൈപ്പാണ്. അപ്പോൾ അതെന്തായാലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് ലോങ് ടേം മെമ്മറിയുടെ സബ് ടൈപ്പ് അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയുടെ ഒരു ടൈപ്പാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. ആ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു സബ് ടൈപ്പാണ് പ്രൊസീജറൽ മെമ്മറി. അപ്പോൾ അതും നമുക്ക് എടുക്കാം, കാരണം ടൈപ്സും സബ് ടൈപ്സും ഇവിടെ കൺസിഡർ ചെയ്യാം. എപ്പിസോഡിക് മെമ്മറി ആൻഡ് സെമാൻറ്റിക് മെമ്മറി. എപ്പിസോഡിക്കും സെമാൻറ്റിക്കും എന്തിനോട് കണക്റ്റഡ് ആണ്? ലോങ് ടേം മെമ്മറിയുടെ ടൈപ്പായ എക്സ്പ്ലിസിറ്റ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ സബ് ടൈപ്സ് ആണ് എന്തൊക്കെ? എപ്പിസോഡിക് മെമ്മറിയും സെമാൻറ്റിക് മെമ്മറിയും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ 4 ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് എടുക്കാം. സോ എ, ബി, സി ആൻഡ് ഡി വിൽ ബി ദ റൈറ്റ് ആൻസർ. എ, ബി, സി ആൻഡ് ഡി is option D. So the right answer is option D itself. Moving to the next question from the same exam. The memory for general knowledge and facts about the world, as well as memory for the rules of logic that are used to deduce other facts in memory or other facts is known as. We have the options temporary memory, semantic memory, iconic memory and ജനറൽ മെമ്മറി. സോ ഇതിനകത്ത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്താ? ഈ ടെമ്പററി മെമ്മറി നമുക്ക് ടെമ്പററിലി സ്റ്റോർ ചെയ്യുന്ന മെമ്മറി ടൈപ്പ്, ഷോർട്ട് ടേം മെമ്മറി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജനറൽ മെമ്മറി ഇസ് ജസ്റ്റ് എൻ ഓപ്ഷൻ ദാറ്റ് ദേ ആർ പ്രൊവൈഡഡ്. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ജനറൽ നോളജ് അല്ലെങ്കിൽ ഫാക്ട്സ്, വേൾഡിനെ കുറിച്ചുള്ള ജനറൽ നോളജ്, ഫാക്ട്സ്, ഫാക്ച്വൽ നോളജ്, അതെന്താണ് ശരിക്കും? സെമാൻറ്റിക് മെമ്മറിയാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഐക്കോണിക് മെമ്മറി സെൻസറി മെമ്മറിയുടെ ഒരു ടൈപ്പായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. Anyway, the right answer for this question is option B. Moving to the next question, given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Statement 1 എന്താ? The long term memory for information tied to a particular time and place, especially memory of the events in a person's life, is called as implicit memory. And statement 2 says the knowledge that we are not conscious of recalling but that influences our behavior or thought without our awareness is called as episodic memory. So ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഡെഫിനേഷൻ പറഞ്ഞിരിക്കുകയാണ്. ദ ലോങ് ടേം മെമ്മറി ഫോർ ഇൻഫർമേഷൻ ടൈഡ് ടു എ പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്, എസ്പെഷ്യലി മെമ്മറി ഓഫ് ദ ഇവൻറ്റ്സ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. ഇവൻറ്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമിലോ പ്ലേസിലോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും എന്താ? എപ്പിസോഡിക് മെമ്മറിയാണ്. എപ്പിസോഡിക് മെമ്മറി എന്തിൻ്റെ പാർട്ടാ? എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ പാർട്ടാ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നോളജ് ദാറ്റ് വി ആർ നോട്ട് കോൺഷ്യസ് ഓഫ് റീകോളിംഗ് but then influences our behavior or thought without our awareness. But not conscious, അതുപോലെ തന്നെ it can influence our thought or the thought without our awareness. ഇതെന്താണ്? അൺകോൺഷ്യസ് ആയിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെമ്മറി, ദാറ്റ് ഇസ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എപ്പിസോഡിക് മെമ്മറി ആണെന്നാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അവരെങ്ങനെ ഫോം ചെയ്തിരിക്കുന്നത്, ഈ സ്റ്റേറ്റ്മെന്റുകൾ അവരെങ്ങനെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും എപ്പിസോഡിക് മെമ്മറിയുടെ ഡെഫിനേഷനും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ എക്സ്പ്ലനേഷൻ ആണ്. പക്ഷെ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ആസ് സച്ച് തെറ്റാണ്. So both statement 1 and statement 2 are false. That is option B. So the right answer is option B itself. സോ അങ്ങനെ ഈ ഒരു സെഷൻ്റെ ഫൈനൽ പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ റീസെൻ്റ് ആയിട്ടുള്ള 2 സെഷൻസിനെ ബേസ് ചെയ്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൻ്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഈ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് റീസെൻ്റ്ലി എക്സാമിൽ അല്ലെങ്കിൽ നെറ്റ് എക്സാമിൽ പേപ്പർ 1 അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന 4 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചു.
സോ ഐ ഹോപ്പ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി കാണും. നമ്മൾ ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി നമ്മൾ എക്സ്പ്ലോർ ചെയ്തൊരു ഏരിയ ആണ്. അതുപോലെ അസസ്മെൻറ്റുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ടൂൾസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, ആൻഡ് ഓൾസോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റും നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് ഫോക്കസ് ചെയ്തു. സോ ഓൾ ദീസ് ഏരിയാസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നിങ്ങൾ ഈ 2 സെഷൻസ് ജൂൺ 2023 ഡിസംബർ 2023 സെഷൻസ് നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ പല ഷിഫ്റ്റുകളിലായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചില്ലെങ്കിൽ ഈ ഏരിയാസിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ഹൗ വി ഐഡൻറ്റിഫൈ ദ ന്യൂലി അപ്ഡേറ്റഡ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ്. അതായത് ഇങ്ങനെ പല കാര്യങ്ങളും ഓരോ എക്സാമിൽ ചോദിക്കും, പക്ഷെ ചില ഏരിയാസ് ഒരു ട്രെൻഡ് ആയിരിക്കും, അതായത് പുതുതായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് സ്പെസിഫിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സിൽ അതിൽ നിന്നുള്ള ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത്തരത്തിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത വളരെ റീസെൻ്റ്ലി അവർ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത എക്സാമിലും എക്സ്പ്ലോർ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള 4 ടോപ്പിക്സ് ആണ് നമ്മളിവിടെ കവർ ചെയ്തത്. സോ വരുന്ന വീഡിയോസിലും ഇത്തരത്തിൽ ഓരോ മൊഡ്യൂൾസിൻ്റെയും വളരെ കോംപ്രഹെൻസീവ്, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള, മോർ ദൻ കോംപ്രഹെൻസീവ്, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷൻസ് അല്ലെങ്കിൽ അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു മൊഡ്യൂളിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 2 സെഷൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് ടോപ്പിക്ക് പഠിക്കണം, അല്ലെങ്കിൽ ടോപ്പിക്സിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, അതോ ഇനി ക്വസ്റ്റ്യൻസിനാണോ നമ്മൾ എംഫസൈസ് കൊടുക്കേണ്ടത്. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന മൊഡ്യൂൾസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള മൊഡ്യൂൾസിൽ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരിക്കും, ചിലപ്പോൾ അവിടെ നമുക്ക് ടോപ്പിക്സ് ആയിരിക്കില്ല ഐഡൻറ്റിഫൈ ചെയ്യണത്, മറിച്ച് ക്വസ്റ്റ്യൻസിനോടുള്ള അപ്രോച്ചിലായിരിക്കണം നമുക്കൊരു മാറ്റം ഉണ്ടാവാനായിട്ട് അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അനാലിസിസ് ആണ്, വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ സീരീസ് ഓഫ് വീഡിയോസിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്ത സെഷനിൽ വേറൊരു മൊഡ്യൂളുമായിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. സോ ഇതുപോലെയുള്ള വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പേപ്പർ 1 നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്നെങ്കിൽ you can consider Appleby Academy's courses. So നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. So you can think of joining for our courses also. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പാർട്ട് ഫ്രം നമ്മൾ ഇങ്ങനെ യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഓൺലൈൻ ഓഫ്ലൈൻ ഫുൾ ഫ്ലഷ് കോഴ്സസിന് പുറമെ ക്രാഷ് കോഴ്സുകൾ നമ്മൾ ജൂൺ 2024 പരീക്ഷയുടെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ടു ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. സോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് Appleby Academy ടീമിനോട് സംസാരിക്കാൻ കഴിയുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് സെഷൻ. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.